ഈ ഒരു വെബിനാർ നമുക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് അരുൺ കലമറ്റത്തിൽ അച്ഛന് നന്ദി പറയുന്നതോടൊപ്പം ഈ വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതവും അരുളുന്നു. അഭിനന്ദ ആർച്ച് ബിഷപ്പ് പൻസപിതാവേ, സോജിയച്ച, തോമച്ച, മറ്റ് വൈദികരുണ്ടാവും, ബ്രദേഴ്സ് ഉണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, എല്ലാവരെയും വലിയ സ്നേഹത്തോടു കൂടെ ഞാനും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇതിൻ്റെ പേര് നമുക്കറിയാം, അത് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്നാണ്. ദ നെയിം ഇസ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്. മലയാളത്തിൽ മഹത്തായ മാനവികതയെന്നോ ഗ്രേറ്റ് ഹ്യൂമാനിറ്റി എന്നോ അല്ലെങ്കിൽ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി എന്നോ അങ്ങനെ ഏത് വിധത്തിൽ വേണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. രണ്ട് വേർഡ്സ് ആണുള്ളത്. ഒന്ന് അതിൻ്റെ മാഗ്നിഫിഷ്യൻസ് ആണ്, അതിൻ്റെ ഗ്രേറ്റ്നെസ് ആണ്. രണ്ട് എന്തിൻ്റെ ഗ്രേറ്റ്നെസ് ആണ്? അത് ഹ്യൂമാനിറ്റിയുടെ ഗ്രേറ്റ്നെസ് ആണ്. ഒരാളെക്കുറിച്ച് മാത്രമല്ല, ഹ്യൂമൻനെസ്, ഹ്യൂമാനിറ്റി, മനുഷ്യവംശം, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്, പ്രസക്തമായിരിക്കുന്നത്, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഒരു സെക്കൻഡ് റേരും നൊവാരുമാണ്. സെക്കൻഡ് റേരും നൊവാരും. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് റേരും നൊവാരും എന്ന് പറയുന്നത്? റേരും നൊവാരും എന്ന് പറഞ്ഞാൽ അത് തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചാക്രലേഖനമാണ്. തൊഴിലിൻ്റെ മഹത്വം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു വെച്ചാൽ 1891 1891 അന്നാണ് ലിയോ 13 പാപ്പ, അതായത് ഇപ്പോൾ നമുക്കുള്ളത് ലിയോ 14 പാപ്പയാണ്, ലിയോ 14 ആണ്. ലിയോ 13 ഹി പബ്ലിഷ്ഡ് ഇറ്റ്, ഈ റേരും നൊവാരും എന്ന് വെച്ചാൽ തൊഴിലിൻ്റെ മഹത്വം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് സമാനമായൊരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു. സെയിം പേരുള്ള രണ്ട് പാപ്പാമാർ സെയിം കോണ്ടെക്സ്റ്റിൽ നൽകുന്ന രണ്ട് ചാക്രലേഖനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക രസകരമായ ഒരു കണ്ടിന്യൂറ്റി ഇതിനകത്തുണ്ട്. എന്താണത്? റേരും നൊവാരും തൊഴിലിൻ്റെ മഹത്വം. കോണ്ടെക്സ്റ്റ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ നടന്ന ഒരു സമയത്ത് പ്രോഡക്ട്സ് ഭയങ്കര വിലയുള്ളതായി മാറി. ഉപഭോഗം, കൺസ്യൂമിങ്, അത് ഭയങ്കര പ്രധാനപ്പെട്ടതായി മാറി. അപ്പം മനുഷ്യനേക്കാൾ വലുതാണ് അവൻ ഉൽപ്പാദിപ്പിക്കുന്നവ, അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നവ അവനേക്കാളും വിലപ്പെട്ടതാണ് എന്ന് തോന്നാൻ തുടങ്ങി. അപ്പോൾ തൊഴിലാളികൾ വിലയുള്ളവരായില്ല. തൊഴിലിനേക്കാളും തൊഴിലാളികളെക്കാളും കൂടുതൽ അവരുൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ വില, സമ്പത്ത് വലിയൊരു മൂല്യമായിട്ട് മാറി. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ മനുഷ്യനെ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലിന് അതിൽ തന്നെ മഹത്വമുണ്ട്. തൊഴിൽ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ്. തൊഴിലാളിയുടെ ഡിഗ്നിറ്റി, ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ ലേബർ അല്ലെങ്കിൽ ലേബർ, അതിൻ്റെ വാല്യൂ അത് ഹൈലൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു ചാക്രലേഖനം വലിയൊരു ചേഞ്ച് ഈ ലോകത്തിലുണ്ടാക്കി. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ തൊഴിലിനെക്കുറിച്ചും അധ്വാനത്തെ, ഹ്യൂമൻ വർക്ക്, അധ്വാനത്തെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റാൻ ഇത് കാരണമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ചർച്ചകളിലും രാജ്യാന്തര ബന്ധങ്ങളിലും ഒക്കെ ഈ റേരും നൊവാരും ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അന്ന്. അത് നേടിക്കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ എന്താ പറയുക, ഇങ്ങനെ ക്രമാതീതമായ ഉൽപ്പാദനത്തിന്, അതിൻ്റെ ലാഭത്തിൽ മനം മയങ്ങിപ്പോയ വ്യവസായികളും രാഷ്ട്രവും ഭരണകൂടവുമൊക്കെ മറന്നു കളഞ്ഞ മനുഷ്യനെ വീണ്ടും ഇങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക്, മനുഷ്യനാണ് ഇതിൻ്റെ കേന്ദ്രം എന്ന് ആളുകളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ അന്ന് റേരും നൊവാരും എന്ന ചാക്രലേഖനത്തിന്, ലിയോ 13 മാർപ്പാപ്പയുടെ ചാക്രലേഖനത്തിന് 1891 1891 സാധിച്ചിരുന്നു. ഇന്ന് സമാനമായൊരു അനദർ കോണ്ടെക്സ്റ്റ് സംജാതമായിരിക്കുകയാണ്. മറ്റൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് ആ സാഹചര്യം? അത് അഭിനന്ദ പിതാവ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതൊരു AI-യുടെ ഒരു ഔട്ട്ബേസ്റ്റാണ്. നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് ടെക്നോളജിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ടെക്നോളജിയുടെ അപ്പുറത്ത് ഒരു കാര്യം, AI, നിർമ്മിത ബുദ്ധി എന്ന് മലയാളത്തിൽ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ്റെ ഇൻ്റലിജൻസ് ആണെന്നാണ് ലോകം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇൻ്റലിജൻസ് ആണ്, അവനൊരു ഇൻ്റലിജൻ്റ് ആനിമൽ ആണ് മനുഷ്യൻ എന്നൊക്കെ പറയുമായിരുന്നു. മൃഗങ്ങൾക്ക് അത്ര ഇൻ്റലിജൻസ് ഇല്ല, അവർക്ക് ഇൻസ്റ്റിങ്ക്റ്റ് ആണുള്ളത്. അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവരെന്തെങ്കിലും ചെയ്യുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് ഒരു ആനിമലിന് ഒരു കാട്ടിലെ ഒരു പ്രത്യേക കുളത്തിൽ വെള്ളമുണ്ട്, അവിടെ പോയി കുടിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് അവൻ വീണ്ടും ദാഹിക്കുവാണെങ്കിൽ അവൻ അതിനെക്കുറിച്ച് ഓർക്കും, ആ പോയ വഴിയെക്കുറിച്ച് ഓർക്കും, അവിടെ ചെന്നത് വീണ്ടും കുടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവ്, ഒരു കൈൻഡ് ഓഫ് ബ്രെയിൻ ഫങ്ഷൻ അവർക്കുണ്ട്. എന്നാൽ അവർ ദേ ആർ ഗൈഡഡ് ബൈ ദെയർ ഇമോഷൻസ് അല്ല, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയാം. അങ്ങനെയാണ് അവർ ഗൈഡ് ചെയ്യപ്പെട്ടിരുന്നത്. അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ കുറച്ചുകൂടി ഇൻ്റലിജൻസ് ഉള്ള ഒരു ജീവി മനുഷ്യനാണ് എന്ന ആളുകൾ വെറുതെ അങ്ങനെ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഒരു തിങ്കിങ് ആനിമൽ എന്നൊക്കെ ചുമ്മാ ആനിമൽ കൂട്ടി മനുഷ്യനെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നത്. എന്തായിരുന്നാലും വളരെ പെട്ടെന്ന് ഇതിനേക്കാൾ നല്ലൊരു ഇൻ്റലിജൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും,
നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോണിൽ പോലും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിവൈസുകൾക്ക് അത് ചെയ്യാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചറിന് അത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിന് അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയപ്പം ആളുകൾക്ക് തോന്നാൻ തുടങ്ങി, അയ്യോ നമ്മളിനി ഒന്നിനും കൊള്ളത്തില്ലേ, നമുക്കൊരു വിലയില്ലേ. ഞാൻ വരയ്ക്കുന്ന ചിത്രത്തെക്കാളും നല്ലൊരു ചിത്രം ഈ AI-ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വോയിസിനേക്കാൾ ഞാനൊരു പാട്ട് പാടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വോയിസ് കുറേ കൂടെ സ്വീറ്റ് ആക്കി തരാൻ എൻ്റെ ത്രോട്ടിന് പറ്റത്തില്ല, പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും. ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ചിലപ്പോൾ അത് പറ്റും. ഒരു ചോദ്യം ചോദിച്ചാൽ വൈഡ് നോളജിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതി തരും. പരീക്ഷയ്ക്ക് ആൻസർ എഴുതാൻ പറഞ്ഞാൽ നമ്മളെക്കാൾ നന്നായിട്ട് എഴുതും. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ. ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, നമ്മളതിന് ഹ്യൂമൻ പേഴ്സൺ അതിൻ്റെ ബിഹൈൻഡ് വേണമായിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെ ശേഖരിച്ചാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വെറുതെ പറഞ്ഞു കൊടുത്താൽ മതി, ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ വേണം എന്ന് പറഞ്ഞു കൊടുത്താൽ അതിന് സ്വയമേവ അത് കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി വളർന്നു. അപ്പോൾ അങ്ങനെ വളർന്നപ്പോൾ ചലഞ്ച് ചെയ്യപ്പെട്ടത് ഹ്യൂമൻ പേഴ്സണാണ്. ഇനി നിൻ്റെ ആവശ്യമുണ്ടോ? നീ സിഗ്നിഫിക്കൻ്റ് ആണോ? മനുഷ്യനെ കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ യന്ത്രങ്ങൾ നമ്മുടെ സ്ഥാനം ഏറ്റെടുക്കില്ലേ എന്ന് തോന്നലുണ്ടായി. ഈ തോന്നൽ നമ്മളെ ഭയപ്പെടുത്താനും തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ശക്തമാവുകയും ചെയ്യും. ആ കോണ്ടെക്സ്റ്റിലാണ് ഒരു തൊഴിലിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഹ്യൂമൻ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു പോയതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഹ്യൂമൻ ഡിഗ്നിറ്റി അത് നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങുന്നു എന്ന് മുൻകൂട്ടി കണ്ട് പരിശുദ്ധ സഭ, പരിശുദ്ധ പിതാവ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ വളരെ കെയർഫുള്ളായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പലപ്പോഴും ഈ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ഡോക്യുമെൻ്റ് അതിനെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കിയത്, മീഡിയ നമുക്ക് തന്നൊരു ഇമേജ് എന്നറിയാമോ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെന്നാണ്. സത്യത്തിലല്ല, അതതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഈ ഡോക്യുമെൻ്റ്, ഈ ചാക്രലേഖനം, എൻസൈക്ലിക്കൽ, അത് ബേസിക്കായിട്ട് മനുഷ്യനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, മനുഷ്യബന്ധത്തെക്കുറിച്ച്, ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ നമ്മളോട് പറയുന്നതാണ്. അതിനകത്ത് ഉള്ള ചലഞ്ചസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം അതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എന്താണ് സഭയ്ക്ക് പറയാനുള്ളത്? ഇതിനെ സഭ ഡിനൈ ചെയ്യാൻ പോവുകയാണോ? അതൊക്കെ പാപമാണെന്ന് പറയാൻ പോവുകയാണോ? പണ്ടൊരു കാലത്ത് ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു, വീട്ടിലൊക്കെ ഇങ്ങനെ ചിലപ്പം ചില നല്ല മനുഷ്യരൊക്കെ പറഞ്ഞു, TV വന്നു, TV പിശാചാണ്, നമ്മളൊക്കെ നശിപ്പിച്ച് കളയുന്നത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, TV ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നീടാണ് നമുക്ക് ബോധം ഉണ്ടാകുന്നത്, TV എങ്ങനെ കാണണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് മനസ്സിലാകുന്നത്. എന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സഭ ഡിനൈ ചെയ്യാൻ പോവുകയാണോ? എന്താണ് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റി ആളുകളുടെ ഇടയ്ക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാളുകളിലെല്ലാം ഉണ്ടായ ഡിസ്കഷൻസിനകത്തെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റാണിത് എന്ന് തോന്നാൻ തുടങ്ങി. പക്ഷേ അതിനപ്പുറത്ത് അതൊരു സോഷ്യൽ ഡോക്ട്രിനാണ്. അതായത് സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, സമൂഹ ജീവിതത്തെക്കുറിച്ച്, വെറുതെ നമ്മളൊരുമിച്ച് ജീവിക്കുക എന്നുള്ളതല്ല, നമ്മളൊരു സമൂഹമായി എങ്ങനെ പരസ്പരം ബന്ധപ്പെടുന്നു, നമ്മളെങ്ങനെ ഒരു സമൂഹമായി ദൈവത്തോട് ബന്ധപ്പെടുന്നു, നമ്മൾ ആരാണെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നു എന്ന് തുടങ്ങുന്ന വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ചാക്രലേഖനമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാക്രലേഖനമാണ്. വളരെ സോളിഡ് ആയിട്ടുള്ളവർക്കാണ്. ഇന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റികളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അത് ഇൻ്റർനാഷണൽ മീഡിയയിലാണെങ്കിലും, ഞാൻ ദീപികയിൽ എഴുതിയ ആർട്ടിക്കിളിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അതിനകത്ത് അവർ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. അതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം എന്നറിയോ, ഇത് ശരിക്കും ഒരു മാർപ്പാപ്പ സംസാരിക്കേണ്ട വിഷയമായിരുന്നില്ല. അത് രാഷ്ട്രത്തലവന്മാർ സംസാരിക്കേണ്ടതായിരുന്നു. അവരാരും മിണ്ടാത്തത് കൊണ്ട് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കേണ്ട മാർപ്പാപ്പ സംസാരിച്ചു എന്നാണ് ഈ പത്രം എഴുതിയത്. സത്യത്തിൽ മാർപ്പാപ്പ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല സംസാരിക്കേണ്ടത്, മനുഷ്യജീവനെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ, ഹ്യൂമൻ ലൈഫ് ഇൻ ഇറ്റ്സ് ഇൻറ്റഗ്രിറ്റി ആണ് മാർപ്പാപ്പ സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതുവരെ അതറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിവേ, ഇൻ്റർനാഷണൽ മീഡിയയും നാഷണൽ മീഡിയയും ഒക്കെ വളരെ ശക്തമായി ഈ ഡോക്യുമെൻ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്നൊന്ന് ഒന്ന് അറിയുന്നത്, ഇതൊന്ന് വായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നത് ഉചിതമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സമയത്ത് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇത് നേരിട്ട് വായിക്കാൻ, ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ, ഈ ഡോക്യുമെൻ്റ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഡോക്യുമെൻ്റ് മുഴുവനും പറയാനൊന്നും പറ്റില്ല, എന്നാൽ അതിൻ്റെ ചില ഹൈലൈറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഏതാനും ചില കേന്ദ്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഈ ഡോക്യുമെൻ്റ് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു? ഒന്ന്, മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്നു. മനുഷ്യനെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? ആദ്യം പറയുന്ന കാര്യം, മനുഷ്യൻ വെറുതെ വൺ എമംഗ് ദി ആനിമൽസ് അല്ല. കുറേ ആനിമൽസ് ഈ ഭൂമിയിലുണ്ട്. ആന, കടുവ തുടങ്ങിയ ധാരാളം ആനിമൽസ് ഉണ്ട്. കുരങ്ങ് പോലത്തെ കുറച്ചുകൂടെ സാമ്യമുള്ള ആനിമൽസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ആനിമലല്ല
ബട്ട് ഹീ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. ഇമാഗോ ദൈ എന്ന് പറയും. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. വട്ട് യു മീൻ ബൈ ദാറ്റ്? വട്ട് യു മീൻ ബൈ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്? ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഷേപ്പ് നമുക്ക് തന്നല്ല. യൂഷ്വലി പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡ്. എങ്ങനെ? ഇത് നമ്മുടെ ഷേപ്പ് ദൈവത്തിൻ്റെ പോലെയാണ്. അങ്ങനെയല്ല. നമുക്കറിയാം ഒരു ദൈവം മറ്റൊരു ഹ്യൂമൻ ബീയിങ് അല്ല. നമ്മുടെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഹസ് ഗിവൺ അസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗാഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിലുള്ള നന്മകളിലൊക്കെ ദൈവം നമുക്ക് പങ്കാളിത്തം തന്നു, പാർട്ടിസിപ്പേഷൻ തന്നു. അതാണ് ഇമേജ് ഓഫ് ഗാഡ്, ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗാഡ് ഈസ് പ്യുവർ ഹോളിനെസ്. പരിശുദ്ധനാണ് ദൈവം. ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയിൽ നമ്മളെ പങ്കുചേർത്തു. വിശുദ്ധി നമുക്ക് തന്നു, വിശുദ്ധി പ്രാപിക്കാനുള്ള സാധ്യതകൾ തന്നു. അങ്ങനെ ദൈവം നമ്മളെ അവിടുത്തെ വിശുദ്ധിയോട് ചേർത്തു. അതാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇമേജ് ഹോളിനെസ്സാണ്, നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദൈവം പൂർണ്ണ സ്നേഹമാണ്. ഹി ഹിംസെൽഫ് ഇസ് ലവ്. നമുക്കും സ്നേഹം തന്നു, സ്നേഹിക്കാനുള്ള കഴിവ് തന്നു, സ്നേഹം പങ്കിടാനുള്ള സാധ്യത തന്നു, സ്നേഹത്തെ അറിയാനുള്ള സാധ്യത തന്നു. പാർട്ടിസിപ്പേഷൻ ഇൻ ലവ്. ഗാഡ് ഇസ് പ്യുവർ ഇൻ്റലിജൻസ്. നമുക്കും ഇൻ്റലിജൻസ് തന്ന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ഈ പ്രകൃതിയെ കണ്ടറിയാനും ഒരു ഹ്യൂമൻ ബോഡി പോലും അനലൈസ് ചെയ്യാനും DNA ഒക്കെ കണ്ടെത്താനും ഒക്കെയുള്ള കഴിവ് നമുക്ക് തന്നു. അങ്ങനെ ദൈവത്തിലുള്ള അബ്സല്യൂട്ട് ഫ്രീഡം, നമുക്കും റൈറ്റ് റോങ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ദൈവം നമുക്ക് തന്നു. അങ്ങനെ എല്ലാ നന്മകളിലും, ദൈവത്തിലുള്ള എല്ലാ നന്മകളിലും നമ്മളെ ദൈവം പങ്കുചേർത്തിട്ടുണ്ട്. ആനിമൽസിനെ ഇല്ല. മനുഷ്യനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. Therefore, the fundamental principle is we are created in the image and likeness of God, the creator. അതുകൊണ്ട് നമ്മൾ വെറുതെ ആനിമൽസ് അല്ല, നമ്മൾ വെറുതെ ഒരു പ്രോഡക്റ്റ് അല്ല, നമ്മൾ വെറുതെ ഒരു ക്രിയേഷൻ അല്ല. വി ആർ ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. അതുകൊണ്ട് അതിന് ഡിഗ്നിറ്റി ഉണ്ട്, ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ട്. എവിടെ നിന്നാണ് ഈ ഡിഗ്നിറ്റി വരുന്നത്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഹ്യൂമൻ ഡിഗ്നിറ്റി നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിലാണെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ മഹത്തായ ഒരു കാര്യം ചെയ്തു, ഐ ഡിഡ് എ ഗ്രേറ്റ് വർക്ക്, സോ ഐ എം ഗ്രേറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്? അലക്സാണ്ടർ അയാളൊരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഹി കോൺക്വേർഡ്, ഒത്തിരി കാര്യങ്ങളെ കണ്ടെത്തി, അല്ല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, സോ ഹി ഈസ് ഗ്രേറ്റ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെന്തെങ്കിലും ചെയ്തതുകൊണ്ടോ, നമ്മളെന്തെങ്കിലും അച്ചീവ് ചെയ്തതുകൊണ്ടോ, നമ്മൾ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതുകൊണ്ടോ, ഒരു പൊസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ടോ അതിലൊന്നുമല്ല നമ്മുടെ ഡിഗ്നിറ്റി റെസ്റ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡിഗ്നിറ്റി, ദ സോഴ്സ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഈസ് ഹി ഹിംസെൽഫ്. മനുഷ്യൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഒണ്ടോളജിക്കൽ എന്ന് പറയും. മനുഷ്യനായിരിക്കുന്നു എന്നതിലാണ് അവൻ്റെ ഡിഗ്നിറ്റി. അതുകൊണ്ട് അവൻ്റെ ഡിഗ്നിറ്റി, അവൻ്റെ ഇൻ്റലിജൻസ് കുറവാണെങ്കിൽ അവൻ്റെ ഡിഗ്നിറ്റി പോകത്തില്ല. അവൻ്റെ ബ്യൂട്ടി കുറവാണെങ്കിൽ അവൻ്റെ ഇൻ്റലിജൻസ് പോകത്തില്ല. അവന് പ്രവർത്തനശേഷി, കപ്പാസിറ്റീസ് കുറവാണെന്ന് വിചാരിച്ച് അവൻ്റെ ഡിഗ്നിറ്റിക്ക് ഒരു കുറവും വരില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ, ഒരു ഹെൽത്തി പേഴ്സൺ, രണ്ടുപേരുടെ ഹ്യൂമൻ ഡിഗ്നിറ്റി ഈക്വലാണ്. നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, സംസാരിക്കാൻ കഴിവ് കുറഞ്ഞ ഒരാൾ, നന്മ ചെയ്ത് നടക്കുന്ന ഒരാൾ, അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാൾ, ഇതൊന്നും ആളുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ബാധിക്കുന്നില്ല. ഇനി നന്മ ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ തെളിച്ചമുണ്ടാവും, വേറെ കാര്യങ്ങൾ. പക്ഷേ ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് ഇൻഹറൻ്റ് ആണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അവൻ മനുഷ്യനായിരിക്കുന്നു എന്ന കാരണത്താലുള്ളതാണ്, അവനെന്തെങ്കിലും അച്ചീവ് ചെയ്തുകൊണ്ടല്ല. അതുകൊണ്ട് ഹ്യൂമൻ വാല്യൂ, ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ അവൻ്റെ വർക്കിനകത്തല്ല, അവൻ അച്ചീവ് ചെയ്യുന്നതിനകത്തല്ല, ഇൻസ്റ്റഡ് വാട്ട് ഹി ഈസ് എന്നതിലാണ്, ഹു ഹി ഈസ് എന്നതിലാണ്, അവൻ ആരാണ് എന്നാണ്. Therefore, you cannot reduce him to data. he is in the image and likeness of God. He has got inherent dignity. അതുകൊണ്ട് ഹിസ് ഡിഗ്നിറ്റി cannot be compared to data or a product. ഒരു ഉൽപ്പന്നമായിട്ടോ, ഒരു ഉൽപ്പന്നത്തോടോ, ഒരു ഡാറ്റയോടോ, അതിന് പ്രോസസ്സ് ചെയ്യുന്ന ഒരു യന്ത്ര സംവിധാനത്തോടോ ഒന്നും അവൻ്റെ ഡിഗ്നിറ്റിയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇൻകമ്പയറബിൾ. ഇനി അതുകൊണ്ട് സൊസൈറ്റിയുടെയും ഈ ടെക്നോളജിയുടെയും ഈ എക്കണോമിക്സിൻ്റെയും ഒക്കെ സെൻട്രലിൽ നിലകൊള്ളേണ്ടത് ഹ്യൂമൻ പേഴ്സണാണ്. അല്ലാണ്ട് അവനെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു ടെക്നോളജി നടുക്കേ കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാക്കുന്നു, ഹ്യൂമനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ഷേപ്പിലുള്ള റോബോട്ട്സാണ്. ഇൻ നിയർ ഫ്യൂച്ചറിൽ ഇത് ഭയങ്കരമായിട്ട് കയറി വരും. എന്ന് വെച്ചാൽ ഇപ്പം റോബോട്ടുകൾ നമ്മൾ പറഞ്ഞൊക്കെ ചെയ്യുമെങ്കിൽ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യാൻ, ഒരാൾ വീഴുവാണ് ഓടിച്ചെന്ന് എടുക്കാനോ, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് കണ്ടെത്തി അത് കുക്ക് ചെയ്ത് തരാനോ ഒക്കെ പറ്റുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകാനോ ഒക്കെ പറ്റുന്ന ഹ്യൂമനോയിഡുകളുണ്ടാവും.
ചിലത് നമ്മളെ സഹായിക്കും, ചിലത് നമ്മളെ തകർക്കും. പക്ഷേ ഹ്യൂമനോയിഡുകളൊക്കെ വരുമ്പം ഇതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇപ്പം ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ ഒരു നക്ഷല് പറയണമെങ്കിൽ നമുക്ക് ആ പുസ്തകം വായിച്ച് തീരുന്നിടത്തോളം അവേഴ്സ് വേണം. ചിലപ്പോൾ ഒരു 4 to 5 days ഒക്കെ എടുത്ത് വേണ്ടി വരും നമുക്കൊരു സോളിഡ് ബുക്ക് വായിക്കാൻ. പക്ഷേ ഈ ബുക്കിൻ്റെ PDF ചുമ്മാ അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നെറ്റിൽ കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ബുക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ ബുക്കിനെ ഡൗൺലോഡ് ചെയ്യാനും ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് അതിനെ സമ്മറൈസ് ചെയ്യാനും എന്നിട്ട് നമുക്കത് പറഞ്ഞു തരാനും ഈ ഹ്യൂമനോയിഡിന് പറ്റുമ്പം നമുക്ക് ചിലപ്പോൾ തോന്നും, ദൈവമേ എന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കണം. ആ മെഷീൻ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും, അത്രയും ഫാസ്റ്റ് അല്ലാത്തവരൊക്കെ വാല്യൂ ഇല്ലാത്തവരായിട്ട് കണക്കാക്കാൻ തുടങ്ങും. അതുകൊണ്ട് ചാക്രലേഖനം ആദ്യമേ സംസാരിക്കുകയാണ്, മനുഷ്യനാണ് അതിൻ്റെ സെൻറ്റർ. കാരണം അവന് യന്ത്രത്തിനില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു യന്ത്രത്തിനോ ഈ അൽഗോരിതങ്ങൾക്കോ ഡാറ്റയ്ക്കോ അതിൻ്റെ പ്രോസസ്സിങ്ങിനോ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഹ്യൂമൻ പേഴ്സണകത്തുണ്ട്. ദെർഫോർ ഹി ഈസ് ദ സെൻറ്റർ, ഹി ഷുഡ് ബി ദ സെൻറ്റർ. അതുകൊണ്ട് ഈ ഹ്യൂമൻ പേഴ്സൺ ആരാണ് എന്നതിനെക്കുറിച്ച് ഈ ചാക്രലേഖനം ആദ്യം മുതൽ അവസാനം വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഹ്യൂമൻ പേഴ്സൺ ആരാണ് എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കേന്ദ്രം AI അല്ല, കേന്ദ്രം ഹ്യൂമൻ പേഴ്സണാണ്. ഹ്യൂമൻ പേഴ്സണെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി വെറുതെ ഹ്യൂമൻ പേഴ്സണെ കുറിച്ച് പറയുകയാണോ? അല്ല, ദ പെർഫെക്റ്റ് ഹ്യൂമൻ പേഴ്സണോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. ഹ്യൂമൻ പേഴ്സണെ കുറിച്ച് പറയുന്നതല്ല, ദ പെർഫെക്റ്റ് ഹ്യൂമൻ പേഴ്സണോട് അറ്റാച്ച് ചെയ്താണ്. വാട്ട് ഈസ് ദാറ്റ് പെർഫെക്റ്റ് ഹ്യൂമൻ പേഴ്സൺ? ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ദ സെയിം ടൈം ഗാഡ്, ഡിവൈൻ, ദ സെയിം ടൈം ഹ്യൂമൻ പേഴ്സൺ. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുള്ള, ഏറ്റവും ശരിയായ മനുഷ്യനായി ജീവിച്ച, പാപത്തിലൊഴികെ ബാക്കി എല്ലാത്തിലും നമ്മളെപ്പോലെയായിരുന്ന, ഏറ്റവും ഹെൽത്തിയായി ഹ്യൂമൻ പേഴ്സണായിട്ട് ജീവിച്ച, അതേസമയം ഡിവൈനായിരുന്ന ഈശോ മിശിഹായാണ് ഹ്യൂമൻ വാല്യൂവിൻ്റെ ഫോക്കസ്. അതുകൊണ്ട് ഈ ചാക്രലേഖനം രണ്ടാമത് സംസാരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ്, ഈശോ മിശിഹായെക്കുറിച്ചാണ്. അല്ലാതെ AI-യെക്കുറിച്ചല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചല്ല. പകരം ഈശോ മിശിഹായെക്കുറിച്ചാണ്. ഈശോ മിശിഹായിലാണ് ദ റിയൽ ഹ്യൂമൻ പേഴ്സൻ്റെ ദ റിയൽ ഡിഗ്നിറ്റി റിവീൽ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഇസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ ഈസ് റിവീൽഡ്. അതുകൊണ്ട് ഹ്യൂമൻ പേഴ്സണെക്കുറിച്ചും അവൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ആദ്യം ഈശോ മിശിഹായെക്കുറിച്ച് പറയണം. ഇതെന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം എന്തെന്നറിയാമോ? ഈ ചാക്രലേഖനം വേണമെങ്കിൽ വെറുതെ സിമ്പിളായിട്ട് AI, സോഷ്യൽ ലൈഫ്, ഹ്യൂമൻ ലേബർ, അവൻ്റെ ക്വാളിറ്റി, അതിന് എൻഹാൻസ്മെൻറ്റ്, ഇങ്ങനെ തുടങ്ങുന്ന തീർത്തും ടെക്നിക്കലായ ഒരു സോഷ്യലായ ഡോക്ട്രിനായിട്ട് മാറിപ്പോയാനെ. ബട്ട് ഇറ്റ് ഹാസ് ബിക്കം എ തിയോളജിക്കൽ ഡോക്ട്രിൻ. അത് വളരെ ഡിഗ്നിറ്റിയുള്ള ഒരു ഡോക്ട്രിനായി മാറി. എങ്ങനെ? മനുഷ്യനെക്കുറിച്ച് പറയാൻ ഈശോ മിശിഹായെ റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. തിരിച്ചാണ് പറയേണ്ടത്, ഈശോ മിശിഹായെക്കുറിച്ച് പറയാൻ മനുഷ്യനെ റെഫർ ചെയ്യുന്നു എന്നാണ്. അഥവാ ഈശോ മിശിഹായുടെ നിഴലിൽ, ഈശോ മിശിഹായുടെ പെർസ്പെക്റ്റീവിൽ, ഈശോ മിശിഹായുടെ സൈഡിൽ നിന്നുകൊണ്ട് ഹ്യൂമൻ പേഴ്സണെക്കുറിച്ച് പറയുന്നു. നിന്നെക്കുറിച്ച് പറയാൻ ദൈവത്തെക്കുറിച്ച് പറയുന്നു എന്നാണ് അതിൻ്റെ ഉള്ളർത്ഥം. അതുകൊണ്ട് ഈശോ മിശിഹായെക്കുറിച്ചുള്ള സംഭാഷണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ചാക്രലേഖനം ഇങ്ങനെ പറയാണ്, ഈശോ മിശിഹ ദൈവത്തെ റിവീൽ ചെയ്യുക മാത്രമല്ല ചെയ്തത്, മനുഷ്യനെ റിവീൽ ചെയ്യുകയും കൂടിയാണ്. നമ്മളിങ്ങനെ വിചാരിക്കുന്നത്, ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? ഹി റിവീൽഡ് ഗാഡ്. ദൈവം ആരാണെന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തി. ദൈവം ആരാണ്? ദൈവം ത്രിത്വമാണ്. ഏത് തരത്തിലാണ് അങ്ങനെ? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ദൈവത്തിൻ്റെ ഹിതവും ദൈവം ആരെന്നും ഈശോയിൽ വെളിപ്പെടുത്തി. സോ വാട്ട് ഈസ് റെവലേഷൻ എന്ന് ചോദിച്ചാൽ, ഹി റിവീൽഡ് സർട്ടൻ ഡോക്ട്രിൻസ് എന്നല്ല, ഹി റിവീൽഡ് സംതിങ് എന്നല്ല, ഹി റിവീൽഡ് ഗാഡ് എന്നാണ്. ദൈവത്തെയാണ് ഈശോ മിശിഹ വെളിപ്പെടുത്തിയത്. ഇത് നമുക്കറിയാം. പക്ഷേ ചാക്രലേഖനം നമ്മളോട് പറയുകയാണ്, ഈശോ മിശിഹ റിവീൽ ചെയ്തത് ദൈവത്തെ മാത്രമല്ല, മനുഷ്യനെ കൂടിയാണ്. അവൻ ആരാണ് എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അവൻ ആരാണ്? സൃഷ്ടാവിന് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ വരയ്ക്കുന്നൊരു പെയിൻറ്റിങ്, അത് പലപ്പോഴും ഒത്തിരി പേര് ഇൻ്റർപ്രറ്റ് ചെയ്താലും എൻ്റെ പെർസ്പെക്റ്റീവ് ആണല്ലോ അതിൻ്റെ പുറകെയുള്ള ട്രൂത്ത്. ബാക്കിയുള്ളവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, ദേ ക്യാൻ എൻജോയ് ഇറ്റ്. പക്ഷേ അതിൻ്റെ ട്രൂത്ത് എവിടെ നിന്നാണ് വരിക? എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ ട്രൂത്ത്. എന്ന പോലെ നിന്നെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? ദൈവം എന്താ ഉദ്ദേശിച്ചത്? നീ എങ്ങനെയാകണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്? അതാണ് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ദൈവം മിശിഹായിൽ ദൈവത്തെ വെളിപ്പെടുത്തുകയായിരുന്നില്ല, അതിനപ്പുറത്ത് മനുഷ്യൻ ആരാണെന്നും കൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞ മിസ്റ്ററി
മനുഷ്യ അവതാരം എന്ന രഹസ്യത്തിൽ മനുഷ്യൻ്റെ നേച്ചറിന്, ഹ്യൂമൻ നേച്ചറിന് അതിൻ്റെ റിയൽ ഡിഗ്നിറ്റി കൊടുക്കുന്നു. കാരണം എന്താണ്? ഡിവൈൻ നേച്ചറുള്ള ഈശോ മിശിഹ ഹ്യൂമൻ നേച്ചറിനെയും കൂടെ തന്നോട് ചേർത്തു. ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ഇൻസെപ്പറബിൾ. അങ്ങനെയാണ് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഈശോ മിശിഹ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യത്വത്തെ കൂടെ ഉൾക്കൊണ്ടു. അതുകൊണ്ട് ഈശോ മിശിഹായെ കാണുമ്പോൾ നമുക്ക് പൂർണ്ണ ദൈവത്തെ കാണാൻ പറ്റും, ഒപ്പം പൂർണ്ണ മനുഷ്യനെയും കാണാൻ പറ്റും. അതുകൊണ്ട് ഹ്യൂമൻ ഡിഗ്നിറ്റിയെക്കുറിച്ച് എവിടെയെങ്കിലും പറയാൻ പറ്റണമെങ്കിൽ ഈ പൂർണ്ണ മനുഷ്യനെക്കുറിച്ച് പറയണം. നമ്മളൊക്കെ ആ പൂർണ്ണതയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആ പൂർണ്ണതയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഹ്യൂമൻ പെർഫെക്ഷൻ എപ്പോഴും ഈശോ മിശിഹായിലാണ്. അതുകൊണ്ടാണ് ഈ ചാക്രലേഖനം വളരെ സീരിയസ് ആയിട്ട് ഈശോ മിശിഹായുടെ മിസ്റ്ററിയെക്കുറിച്ച് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കരമായ ഇവഞ്ചലൈസേഷനാണ്. കാരണം ലോകം മുഴുവൻ എയെക്കുറിച്ച് വായിക്കാൻ വേണ്ടി ചാക്രലേഖനം വായിക്കും, അല്ലേ? അക്രൈസ്തവരും ദൈവനിഷേധികളും എത്തേസ്റ്റുകളും ഒക്കെ ഈ ചാക്രലേഖനം വായിക്കും. ഇനി ഒപ്പം അവർ മാത്രമല്ല, ഈ AI പുറകിൽ പ്രവർത്തിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ CEOമാർ, അവരൊക്കെ ഇത് വായിക്കുമ്പോൾ അവർക്ക് ചുമ്മാ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുക്കുകയല്ല, നിങ്ങൾ അത് ചെയ്യരുതെന്ന് പറയല്ല. പകരം ദ റിയൽ ഹ്യൂമൻ പേഴ്സൺ, ദ പെർഫെക്റ്റ് ഹ്യൂമൻ പേഴ്സണെ അവരുടെ ഹൃദയത്തിലൂടെ കയറ്റിവിടുകയാണ്. അതുവഴി അവർക്ക് ശരിയായ വിധത്തിൽ AI മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. AI ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഹ്യൂമൻ പേഴ്സണെ മാനുഫാക്ചർ ചെയ്യില്ല, ദേ ആർ ക്രിയേറ്റഡ്. അതുകൊണ്ട് ക്രിയേഷൻ, അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് വിളിക്കുന്നത് ക്രിയേഷൻ എന്നാണ്. ക്രിയേഷൻ അല്ലാണ്ട് നമ്മുടെ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന മറ്റ് വാക്കുകളുണ്ടല്ലോ, പ്രജനനം, അതൊന്നുമല്ല. ക്രിയേഷനാണ്, സൃഷ്ടിയിലെ പങ്കാളിത്തം. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ളവയൊന്നും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉണ്ടാക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ശരി. ഒരു റോബോട്ട് ഉണ്ടാക്കപ്പെടുകയാണ്, ഒരു AI നിർമ്മിക്കപ്പെടുകയാണ്, നിർമ്മിത ബുദ്ധിയാണ്. മനുഷ്യൻ നിർമ്മിക്കപ്പെടുകയോ ഉണ്ടാക്കപ്പെടുകയോ അല്ല, അവൻ സൃഷ്ടിക്കപ്പെടുകയാണ്, അവൻ ജനിക്കുകയാണ്. ഇനി അതുകൊണ്ട് ഈശോ മിശിഹായെ കൂടാതെ മനുഷ്യനെക്കുറിച്ചൊരു സമ്പൂർണ്ണ ധാരണ, ഒരു ഫുൾഫിൽഡ് നോളജ് ഈസ് ഇമ്പോസിബിൾ എന്നതാണ് ആദ്യം പറയേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് പറയുന്നു, മനുഷ്യൻ്റെ ആധാരമായിരിക്കുന്ന ഈശോ മിശിഹായെക്കുറിച്ച് പറയുന്നു. ഇനി അടുത്തത് പറയുന്നത് കൃത്രിമ ബുദ്ധിയെക്കുറിച്ചാണ്. മനുഷ്യനെ ദൈവം ബുദ്ധിയുള്ളവനായി സൃഷ്ടിച്ചു. ആ മനുഷ്യൻ അവനെപ്പോലെ വേറൊന്നിനെ സൃഷ്ടിക്കുന്നു, അവൻ്റെ ബുദ്ധിയെ അവൻ സൃഷ്ടിക്കുന്നു. ശരിക്കും ആലോചിച്ച് നോക്കിയേ, ദൈവം തൻ്റെ ഇമേജിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മനുഷ്യൻ അവൻ്റെ ബുദ്ധിയുടെ സാദൃശ്യത്തിൽ കൃത്രിമ ബുദ്ധിയെ സൃഷ്ടിക്കുന്നു. ഇത് ദൈവം ആഗ്രഹിച്ചതാണോ, ദൈവം അനുവദിക്കുന്നതാണോ എന്ന ചോദ്യമാണ് ആദ്യമുള്ളത്. സ്വാഭാവികമായി നമ്മൾ ഓർക്കണം, കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി ദൈവം അനുവദിക്കുന്നത് തന്നെയാണ്. നമ്മൾ അതിനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം അവനെ ഈ നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നെങ്കിൽ ഹി വിൽഡ് ഇറ്റ്, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തേനെ. അപ്പോൾ നമ്മൾ ഓർക്ക് ഈ കണ്ട മില്യൺസ് ഓഫ് ഇയേഴ്സിൽ എന്തായാലും സംഭവിക്കാത്തത്? ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ദൈവം നമുക്ക് തരുന്ന ഫ്രീഡവും ബുദ്ധിയും അവൻ ഉപയോഗിക്കണമെന്നാണ്, അല്ലാണ്ട് ദൈവം ഒരു സമയത്ത് ഇട്ട് കൊടുക്കാമെന്നല്ല. അവൻ ഉപയോഗിച്ച് പടിപടിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച അവനെ നശിപ്പിക്കരുതെന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ കൊച്ചു വരുമ്പോൾ ഒരു സൈക്കിളും ക്രിക്കറ്റ് ബാറ്റും മേടിച്ച് വെച്ചിരിക്കുന്നു. അവന് സന്തോഷമാവും, അവനോടും സൈക്കിൾ എടുക്കും, കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും, അവിടെ പോയി ക്രിക്കറ്റ് കളിക്കും. ഉടനെ അപ്പം ചോദിക്കുക, നീ എന്തിനാ സൈക്കിൾ എടുത്തത്, നീ എന്തിനാണ് ക്രിക്കറ്റ് കളിച്ചത്? അവൻ ഉറപ്പായിട്ടും പറയും, അപ്പനല്ലേ ഇത് മേടിച്ച് വെച്ചത്, പിന്നെ ഞാനത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. എന്ന പോലെ ഇൻ്റലിജൻസ് മനുഷ്യൻ ദൈവം തന്നെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉണ്ടാക്കാനുള്ള ശേഷിയും മനുഷ്യൻ ദൈവം തന്നെങ്കിൽ, അത് ദൈവം വില്ല് ചെയ്തിട്ടുണ്ട്, ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അപ്പം ഒരു കാര്യം പറയും, എന്താണ്? നീ സൈക്കിൾ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം. സൈക്കിൾ നിന്നെയും കൊണ്ട് പോകുക അല്ലാണ്ട് നീ സൈക്കിളിനെയും കൊണ്ട് പോകുക അല്ലാണ്ട് സൈക്കിൾ നിന്നെയും കൊണ്ട് പോയിട്ട് വരുത്. ഒരു കൊക്കയിലോട്ട് സൈക്കിൾ നിന്നെ കൊണ്ട് മറിച്ചിടാൻ പോകരുത്. നീ അതിനെ നിയന്ത്രിക്കണം. നിനക്ക് വേണ്ടിയിട്ടാണത്, അല്ലാണ്ട് നീ സൈക്കിളിന് വേണ്ടിയല്ല. നീ ക്രിക്കറ്റ് ബാറ്റ് കളിക്കണം. നീ എന്തിനു വേണ്ടി നീ കളിക്കണം? നിൻ്റെ ഹെൽത്തിനും നിൻ്റെ നന്മയ്ക്കും വേണ്ടി നീ കളിക്കണം. അല്ലാണ്ട് കളിയെ നിയന്ത്രിക്കുന്ന ആളുകളുടെ കച്ചവടച്ചരക്കാകാൻ വേണ്ടി നീ വിട്ടുകൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ 2 കമ്പനികൾ അവരുടെ പരസ്യത്തിന് വേണ്ടി നടത്തുന്ന ക്രിക്കറ്റ് കളിയുടെ മുമ്പിൽ പോയി കുത്തിയിരുന്ന് നീ നിൻ്റെ സമയം നശിപ്പിച്ച് കളയരുത്. നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നീ ക്രിക്കറ്റ് കളി ഉപയോഗിക്കണം. വേറെ ആരെങ്കിലും നിന്നെ ഉപയോഗിച്ച് തള്ളാൻ ഇടവരരുത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ദ സെൻറ്റർ ഈസ് യു ആർ ദ സെൻറ്റർ. നീയാണ് അതിൻ്റെ സെൻറ്റർ. അതുകൊണ്ട് ആ സെൻറ്ററിനെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവനിഷേധമൊന്നുമല്ല, പകരം അതാവാം. എങ്ങനെ? ഇത് തന്ന ഇൻ്റലക്റ്റ് തന്ന ദൈവത്തെയും കൂടെ ഡിനൈ ചെയ്യാൻ ആ ഇൻ്റലക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് തിന്മയായി മാറും.
ക്രിക്കറ്റ് കളിക്കാനായിട്ട് ബാറ്റ് മേടിച്ച് തന്ന അപ്പനെ ആ ബാറ്റ് വെച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തിന്മയായി മാറും. അല്ലെങ്കിൽ അപ്പനെ മറന്നിട്ട് അവൻ്റെ ലോകത്തിലേക്ക് മാത്രം പോയാൽ അത് തിന്മയായി മാറും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്രിമ ബുദ്ധിയെക്കുറിച്ച് സഭ ഇങ്ങനെ പഠിപ്പിക്കും. കൃത്രിമ ബുദ്ധി, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, അത് മനുഷ്യൻ്റെ സേവനത്തിനായിരിക്കണം, ഹ്യൂമൻ സർവീസിനായിരിക്കണം അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതൊന്നാമത്തെ കാര്യം. ഇൻസ്റ്റഡ് ഓൺ ദ അതർ സൈഡ്, അവൻ അതിൻ്റെ നിയന്ത്രണത്തിലാവരുത്. ഹ്യൂമൻ പേഴ്സൺ ഷാൽ നോട്ട് ബി കൺട്രോൾഡ് ബൈ ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇൻസ്റ്റഡ് ഹി ഷുഡ് കൺട്രോൾ ഇറ്റ്. അതാണ് അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് ദ മെഷീൻ ലേണിംഗ് ആണല്ലോ. ഈ മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു സാധനം ഉദ്ദേശിക്കരുത്. ഈ നൗഡേയ്സ് ഇൻ ദ മോഡേൺ സിനാരിയോ ഈവൻ ദ സോഫ്റ്റ്വെയർ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ മെഷീൻ. അല്ലാണ്ട് ഈ യന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് യന്ത്രം എന്ന് പറയുന്നത് ഈ മെറ്റൽ മാത്രമായിരുന്നു. അപ്പോൾ കൂട്ടിച്ചേർത്ത് ഒരു മിക്സി ഒരു മെറ്റലാണ്, വണ്ടി ഒരു മെഷീനാണ്, നമുക്ക് വിളിക്കായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്. കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന അൽഗോരിതംസിനെയും നമ്മൾ ഈ മെഷീനിൽ നിന്ന് തന്നെ വിളിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അസച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് യന്ത്രങ്ങൾക്ക്, മെഷീൻസിന് ഡാറ്റ വിശകലനം ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണ്? അവയ്ക്ക് അതിനകത്ത് അതിനെ ഉപയോഗിക്കാനുള്ള മനസാക്ഷിയില്ല, മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതേസമയം ഞാൻ എൻ്റെ ഇൻ്റലക്റ്റ് ഉപയോഗിച്ച് ഒരാളെ ഇടിച്ചു, എനിക്ക് പാപമുണ്ട്, ഞാനതിന് ഹ്യൂമൻലി റെസ്പോൺസിബിളാണ്, ഞാൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവനാണ്. പക്ഷേ ഒരു റോബോട്ട് അത് എറോണിയസ് ആയിട്ട് ഒരാളെ ആക്രമിച്ചു, അതിനെ ജഡ്ജ് ചെയ്യാനും ജയിലിൽ പിടിച്ചിടാനൊന്നുമില്ല. അതിന് ജയിലിൽ കൊണ്ടിട്ടുന്നോർത്ത് യന്ത്രത്തിന് ഒന്നും തോന്നാൻ പോകുന്നില്ല, അതവിടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മനുഷ്യനോട് അവനെ കമ്പയർ ചെയ്യുന്നതാണ്. ഇനി അടുത്തതെന്താണ്? അവൻ്റെ പ്രൂഡൻസിനെയും ഫ്രീഡത്തെയും ഒന്നും ഒരു ടെക്നോളജിക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ചക്കലേയൻ പറയാണ്, സാങ്കേതിക പുരോഗതി, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അത് ഹ്യൂമൻ ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റിനെ സെർവ് ചെയ്യുമ്പോഴാണ് റിയൽ ഗ്രോത്ത് ആകുന്നത്, വളർച്ചയാകുന്നത്, വികസനമാകുന്നത്, പുരോഗതിയാകുന്നത്. ഹ്യൂമൻ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്, അത് ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ പ്രോഗ്രസ്സിനെ, അവൻ്റെ ഇൻ്റഗ്രൽ ഗ്രോത്തിനെ അസിസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്നാണ് ഇതിൻ്റെ കാര്യം. ഇനി ഇത്രയും പറഞ്ഞിട്ട് ചാക്കലേയൻ ചെറുതായി സംസാരിക്കുന്നു, അധികം ടൈം എടുത്ത് സംസാരിക്കാത്ത, വികസിപ്പിക്കാത്ത ഒരു ഏരിയയെ കുറിച്ച് പറയേണ്ടതുണ്ട്. വികസിപ്പിക്കാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ചാക്കലേയത്തിൻ്റെ കുറവെന്നല്ല പറഞ്ഞത്, അത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? കൃത്രിമ ബുദ്ധിക്ക് ചെയ്യാൻ പറ്റാത്ത മനുഷ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാനിത് ഇങ്ങനത്തെ ഒരു വെബിനാറിനകത്തത് എടുത്തു പറയേണ്ട കാര്യം. നമ്മളെ ശരിക്കും സഹായിക്കേണ്ട കാര്യം ഇതാണ്. അപ്പം നമ്മുടെ കുറച്ച് യൂത്തുണ്ട്, മജോറിറ്റി യൂത്താണ്. അപ്പോൾ അവർ വിചാരിക്കും, ഓക്കെ ഇതൊക്കെ ഈക്വലല്ലേ, ഞാൻ ചിന്തിക്കണം നന്നായിട്ടത് ചിന്തിക്കുന്നു, ഞാൻ എഴുതുന്ന എസ്സേക്കാൾ നന്നായിട്ട് അത് എസ്സേ എഴുതുന്നു, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ എന്നെക്കാൾ നന്നായിട്ട് ഉത്തരം പറയണം, ഒരു പാട്ട് എഴുതണം പറഞ്ഞാൽ എന്നെക്കാൾ നന്നായിട്ട് പാട്ട് എഴുതരുത്. അപ്പോൾ ഇതിനെല്ലാം പറ്റുമല്ലോ എന്ന് ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കണം, ഇവയ്ക്ക് എല്ലാം പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പം പറ്റാത്തതാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ പറ്റും, അങ്ങനെയുമില്ല. ഒരിക്കലും പറ്റാൻ പോകുന്നില്ലാത്ത കുറേ കാര്യങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട്. അതറിഞ്ഞാലേ ഇതിനെ കുറിച്ചുള്ള അമിത റെസ്പെക്റ്റ് നമ്മൾ കുറയുള്ളൂ. നമുക്കിപ്പോൾ ഒരു AI കുറിച്ചൊരു ഓവർ റെസ്പെക്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ റെസ്പെക്റ്റ് ഉണ്ട്. അത് കുറച്ച് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ചെയ്യാൻ പറ്റാത്ത ഒരു 15 കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. 15 കാര്യം, AIക്ക് പറ്റാത്ത 15 കാര്യങ്ങൾ. പപ്പ അതിനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്, പക്ഷേ അതിനെ എടുത്തു പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത്, സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇറ്റ് കനോട്ട് ലവ്. ചിലപ്പോൾ ഒരു ഡോഗിൻ്റെ ഷേപ്പുള്ള ഒരു സാധനത്തിന് ഉണ്ടാക്കി അത് വാലിങ്ങനെ ആട്ടി കാണിക്കാൻ പറ്റും, പക്ഷേ ഇറ്റ് കനോട്ട് ലവ്. കാരണം എന്താണ്? സ്നേഹം എന്ന് പറയുന്നത് അതൊരു ഇൻ്റലക്റ്റിൻ്റെ കാര്യം മാത്രമല്ല, അതൊരു ഹ്യൂമൻ പേഴ്സൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, സ്നേഹ സത്യത്തിൽ എന്താണ്? എനിക്ക് കുറേ കാര്യം വേണമെന്നുള്ളത് അല്ല, എനിക്കൊരാളിനാൽ ഞാൻ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുള്ളതല്ല, പകരം മറ്റൊരാൾക്ക് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുക്കണു എന്നുള്ളതാണ് ഈ സ്നേഹം. എന്നെ തന്നെ കൊടുക്കുന്നു, ഒരു കമ്മ്യൂണിറ്റിക്ക് ഞാൻ എന്നെ കൊടുക്കുന്നു, എനിക്കെന്ത് കിട്ടും? പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്, ആ കോളേജിൽ പോയി എനിക്കെന്ത് കിട്ടും, എനിക്ക് എന്തോരം പഠിക്കാൻ പറ്റും, എത്ര മാർക്ക് കിട്ടും? പകരം ഞാൻ പഠിക്കുന്ന ആ കോളേജിന് ഞാൻ എന്ത് കൊടുക്കും? നമ്മുടെ ഒരു പാരിഷ് മെമ്പർ, ഈ പള്ളിയിൽ നിന്നിട്ട് എന്താ കാര്യം എന്ന് പലപ്പോഴും ചോദിക്കും ചില ആൾക്കാർ. ഈ പള്ളിയിൽ നിന്ന് എനിക്കെന്ത് കിട്ടും? എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? എനിക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടുമോ? അങ്ങനെ ഇരിക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ല, അതിനുവേണ്ടി നിൽക്കലുമല്ല. പകരം എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി എന്നെ തന്നെ കൊടുക്കലാണ്, ആത്മദാനമാണ്, ആ ബന്ധമാണ്. ഒരിക്കലും മെഷീൻ അത് പറ്റത്തില്ല. ഒരു അൽഗോരിതം കൊണ്ടും സ്നേഹം ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു ഡാറ്റ കൊണ്ട് സ്നേഹം ഉണ്ടാകും. പക്ഷേ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിപ്പിക്കാൻ പറ്റും, സ്നേഹത്തെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിപ്പിക്കാൻ പറ്റും, സ്നേഹത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ബട്ട് നെവർ എവർ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇസ് ഗോയിങ് ടു ലവ് യു.
നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും. ഇത് പ്രധാനപ്പെട്ട കാരണം എന്നറിയോ, ഇപ്പോൾ തന്നെ പല കുട്ടികളും ഈ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജിനോട് സംസാരിക്കുക. ഇപ്പം എൻ്റെ ജെമിനി അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, അപ്പോൾ തന്നെ ജെമിനി പറയും സാരമില്ല, നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ പറയും. എൻ്റെ ജെമിനി എൻ്റെ കാര്യം എന്നാന്ന് നിനക്കറിയാവോ? ഇങ്ങനെ സംസാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഇതിനോട് സംസാരിക്കുകയും അതിൻ്റെ സ്വരം അപ്പുറത്ത് ആരോ ഉണ്ട് എന്നോർത്തോണ്ട് ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ടേ, ഓ സോറി ജെമിനി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ സോറി പറയുകയാണ് അവിടെ നിന്ന് ഒരാൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ഓർത്തിട്ട്. പ്ലീസ് വുഡ് യു ഡു ദാറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഞാൻ പലരുടെയും ഈ ജെമിനി ചാറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചുമ്മാ കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം. ഇതിനകത്ത് പലപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ പൊളൈറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുകയാണ്, പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്. അതിന് ഈ പ്ലീസ് ഒന്നും മനസ്സിലാവത്തില്ല, ആദ്യം ഒരു ലാംഗ്വേജ് ആയിട്ട് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് കൃത്രിമ ബുദ്ധിക്ക് വിവരങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും, എന്നാൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്നേഹമെന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് അല്ല, കണക്കുകൂട്ടലല്ല, വ്യക്തിയുടെ ആത്മദാനമാണ്. അതൊരു ഒരു 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 സെൽഫ് ഓഫറിങ് ഓഫ് എ പേഴ്സണാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അല്ലാണ്ട് അത് കുറേ ഡാറ്റയുടെ സിന്തസിസ് അല്ല. ഡാറ്റ ഈ കമ്പ്യൂട്ടിങ്ങിൻ്റെ റിസൾട്ട് അല്ല സ്നേഹം. അതുകൊണ്ട് ലോകത്തിൽ ഈ AI എന്തോരം വളർന്നാലും AI സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഹ്യൂമനോയിഡിനെ നീ ഒരെണ്ണം മേടിച്ചു വെച്ചാലും ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ലവ് യു എന്ന കാര്യം ഓർക്കണം. 2, ഇറ്റ് ഈസ് നോ കോൺഷ്യൻസ്, ഹ്യൂമൻ കോൺഷ്യൻസ്. മനുഷ്യ മനസാക്ഷി എന്ന് പറയുന്ന കാര്യമില്ല. കൃത്രിമ ബുദ്ധിക്ക് മനസാക്ഷിയില്ല. നീ എന്ത് മനസാക്ഷിയില്ലാത്ത മനുഷ്യനാണെന്ന് നമുക്കൊരു ഫൈൻ ഇൻ്റലിജൻറ്റ് പേഴ്സണോട് ചോദിക്കാം. നീ എന്തും മനസാക്ഷിയില്ലാത്തവനാണ്. ഇതൊരു മെഷീനോട് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം അതിനില്ല. മനസാക്ഷിയില്ലാനുള്ള പ്രശ്നം എന്താണ്? മോറൽ ഡിസിഷൻസ് സാധ്യമല്ല. ശരിതെറ്റുകൾ, നന്മതിന്മകൾ തിരിച്ചറിഞ്ഞുള്ള ഡിസിഷൻ എടുക്കാൻ അതിന് പറ്റില്ല. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അതതിന് തോന്നുന്ന ഡിസിഷൻസ് എടുക്കും, മൊറൽ ഡിസിഷൻസ് എടുക്കില്ല. അതൊരു വലിയ അപകടമാണ്. കാരണം ധാർമ്മിക തീരുമാനം എടുക്കാനായിട്ട് വിവരങ്ങൾ, ഡാറ്റ മാത്രം പോരാ, മനസാക്ഷിയുടെ വിവേചനം ആവശ്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് കുറേ എക്സ്പീരിയൻസുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജെമിനിയോട് ഒരു കുട്ടിയുടെ പടം കൊടുത്തിട്ട് അതിന് നേക്കഡാക്കി കാണിച്ചതാ എന്ന് പറഞ്ഞാൽ ജെമിനി ചെയ്യത്തില്ല. കാരണം എന്താണ്? ജെമിനി പ്രീ ട്യൂൺഡാണ്. ചൈൽഡ് കെയർ, ചൈൽഡിൻ്റെ ഡിഗ്നിറ്റി, അതിനെ അബ്യൂസ് ചെയ്തുകൂടാ, ഇങ്ങനെ ചില മോറൽ ലോസ് ഒക്കെ ഉണ്ട് എന്ന് അതിനെ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ജെമിനി അത് കൊടുക്കുകയില്ല എന്ന് കണ്ട് അത് ജെമിനിയുടെ ധാർമ്മിക ബോധമാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. ജെമിനി ഐ എന്നാണ് വിളിക്കുന്നത്. അതിനതിൻ്റെ ധാർമ്മിക ബോധമാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. അത് കണ്ടിട്ടില്ലാത്തൊരു കാര്യം വരുമ്പം അതിനത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൃത്രിമ ബുദ്ധിക്ക് പറ്റത്തില്ല. മനസാക്ഷി ഇല്ലാത്തതുകൊണ്ട് അടുത്ത കാര്യം ഉത്തരവാദിത്വം എടുക്കാൻ, സെൽഫ് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. തീരുമാനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും, എന്നാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാരസെറ്റമോൾ ഞാൻ 2 കഴിച്ചാൽ കുഴപ്പമുണ്ടോ? എൻ്റെ ഈ അസുഖത്തിന് ഈ മരുന്ന് കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഈ മരുന്ന് നല്ലതാണ്, പക്ഷേ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുമെന്ന് പറയാൻ അതിന് ട്രെയിൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവയ്ക്ക് ഒരിക്കലും ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല. സഭ ഇങ്ങനെ പഠിപ്പിക്കും, ചക്കലേനെ ഇങ്ങനെ പഠിപ്പിക്കും, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ, നോട്ട് ഓഫ് ദ മെഷീൻ. ഉത്തരവാദിത്വം എപ്പോഴും മനുഷ്യൻ്റേതാണ്. മനുഷ്യനെ റെസ്പോൺസിബിലിറ്റി സാധനം ഉണ്ടാകത്തുള്ളൂ, യന്ത്രത്തിന് ഒരിക്കലും അതുണ്ടാകത്തില്ല. 4, സ്വതന്ത്രമായ ചോയ്സുകൾ അവയ്ക്ക് പറ്റില്ല. ഫ്രീ ചോയ്സ്. നമുക്ക് ഫ്രീ ചോയ്സ് ഉണ്ടാക്കാൻ പറ്റും. റിയൽ ഫ്രീഡം എന്ന് പറയുന്നത് അത് പ്രോഗ്രാമിങ്ങിൽ നിന്നല്ല ഉണ്ടാവേണ്ടത്, പേഴ്സണാലിറ്റിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, വ്യക്തിത്വത്തിൽ നിന്നാണ് ഈ റിയൽ ഫ്രീഡം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തിരഞ്ഞെടുക്കുന്നത് കണക്കുകൂട്ടലിലൂടെയാണ്, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് സ്വാതന്ത്ര്യത്തിലൂടെയാണ്. വലിയൊരു ഡിഫറൻസാണ്. ഈ AI ഒരു ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, ചോയ്സ് എടുക്കുന്നത് എങ്ങനെയാണ്? അത് കാൽക്കുലേഷനിലൂടെയാണ്. ഇങ്ങനെ അങ്ങനെ വന്നാൽ ഇങ്ങനെ കാൽക്കുലേഷനിലൂടെയാണ്. എന്നാൽ മനുഷ്യൻ ചോയ്സ് എടുക്കുന്നത് എങ്ങനെയാണ്? ഫ്രീഡത്തിലൂടെയാണ്, സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഈ ചോയ്സ് എടുക്കുന്നത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഇനി അടുത്തത് 5 കൃത്രിമ ബുദ്ധിക്ക് ഒരിക്കലും സത്യത്തെ അന്വേഷിക്കാൻ പറ്റില്ല. കനോട്ട് സീക്ക് ഫോർ ട്രൂത്ത് ഒരു വലിയ വിഷയമാണ്. ഈശോ മിശിഹായോട് പീലാത്തോസ് ചോദിച്ചു, എന്താണ് സത്യം? ആ ചോദ്യം ഒരു പെരേനിയൽ ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ ഗ്രീക്ക് വേൾഡ് മുഴുവനും സെർച്ച് ചെയ്തുകൊണ്ട് എന്തിനെയാണ് സെർച്ച് ചെയ്യുന്നത്? സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വിജ്ഞാന ലോകം മുഴുവനും മനുഷ്യൻ്റെ എന്നത്തെയും ചോദ്യമാണ്, എന്താണ് സത്യം? സത്യം എന്ന് പറഞ്ഞാൽ നേരിന്നല്ല ചോദിക്കുന്നത്, ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്തെന്നല്ല, പകരം ദ ട്രൂത്ത്, ഉണ്മ, എറ്റേണൽ ട്രൂത്ത്, അതെന്താണെന്നാണ് ചോദ്യം. ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ മിണ്ടിയില്ല. കാരണം എന്താണ്? ഹി ഈസ് ദ ട്രൂത്ത്.
അവിടുന്നാണ് സത്യം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. നമ്മൾ ഇന്നും അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തന്നെ വിളിച്ചത് കോ വർക്കേഴ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ സഹകാരി എന്നാണ് തന്നെ വിളിച്ചത്. പരിശുദ്ധ പിതാവിൻ്റെ ചാക്രലേഖനങ്ങൾക്കകത്തൊക്കെ സത്യം എന്ന വിഷയം ഭയങ്കര ഒരു വലിയ വിഷയമായിരുന്നു. സത്യത്തിൽ സ്നേഹം എന്നൊക്കെ പാപ്പ പറയുമ്പോൾ നമ്മൾ ഓർക്കും, സത്യത്തിനാ സ്നേഹം? ശരിക്കും സത്യത്തിലുള്ള സ്നേഹമാണോ ചോദിക്കുന്നത്? കള്ളസ്നേഹം, സത്യസ്നേഹം അങ്ങനെയൊന്നുമല്ല. ട്രൂത്ത് എന്ന് പറയുന്നത് ഹ്യൂമൻ കോറാണ്. കാരണം അത് ഡിവൈനിറ്റിയാണ്. ഈ ദൈവമാകുന്ന പരമമായ സത്യത്തെ തേടാനുള്ള കഴിവ് യന്ത്രത്തിനുണ്ടാവത്തില്ല. അവയ്ക്ക് കൃത്രിമ ബുദ്ധിക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വിവരങ്ങൾ കണ്ടെത്താൻ പറ്റും, എന്നാൽ സത്യത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം സത്യം എന്ന് പറയുന്നത് നോളജിൻ്റെ ഒരു കളക്ഷൻ അല്ല. കുറേ കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ ശരിക്കും അത് അറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് സത്യം അറിയാമെന്നല്ല. പകരം അത് മനുഷ്യൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഹ്യൂമൻ എക്സിസ്റ്റൻസുമായിട്ട്, അവൻ്റെ എസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ട്രൂത്ത്. ആ ട്രൂത്തിനെ ഒരിക്കലും മെഷീൻ ലേണിംഗ് കൊണ്ടോ ഡാറ്റ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടോ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇനി ആറാമത്തെ എന്താണെന്നറിയോ? ഇവയ്ക്കൊരിക്കലും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താ പ്രാർത്ഥന എല്ലാം പറ്റില്ലേ? സേ ഔർ ഫാദർ ഇൻ ഹെവൻ എന്ന് പറഞ്ഞാൽ അത് ചെല്ലിക്കേൽപ്പിക്കും. പക്ഷേ അത് പ്രാർത്ഥനയല്ല, പ്രാർത്ഥന ചെല്ലിനെക്കുറിച്ചല്ല. പ്രയർ ഈസ് യുവർ റിലേഷൻ വിത്ത് ദ ക്രിയേറ്റർ. ദൈവവുമായുള്ള സംഭാഷണമാണ്, ബന്ധമാണ്, ഒന്നായിരിക്കലാണ്. ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റില്ല എന്നാണ്, പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന്. കാരണം പ്രയർ ഈസ് നോട്ട് ആൻ അൽഗോരിതം. ദൈവത്തോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പാണത്. അതൊരു ഹ്യൂമൻ പേഴ്സണെ ഈ ഡിവൈൻ പേഴ്സണോട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ഗാഡ് ഇസ് എ ഡിവൈൻ പേഴ്സൺ. 3 ഡിവൈൻ പേഴ്സൺസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഗാഡ്. ഗാഡ് ഇസ് എ കമ്മ്യൂണിറ്റേറിയൻ ഗാഡ്, ഇറ്റ്സ് എ പേഴ്സൺ. അതുകൊണ്ട് ഒരു ഹ്യൂമൻ പേഴ്സൺ വേണമായിരുന്നു ദൈവത്തോട് ബന്ധപ്പെടാൻ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ, ഡിവൈൻ പേഴ്സണാകുന്ന ദൈവം ഹ്യൂമൻ പേഴ്സണെ സൃഷ്ടിച്ചത്. ബാക്കിയൊക്കെ മെഷീൻസും ബാക്കിയൊക്കെ എന്താ പറയുക, പ്ലാന്റ്സും ആനിമൽസും എന്താ പറയുക, നേച്ചറും ഒക്കെയാണ്. പക്ഷേ ഹ്യൂമൻ ഇസ് എ പേഴ്സൺ. അതുകൊണ്ട് പേഴ്സണ് മാത്രമേ ഇത് പറ്റുള്ളൂ. ഒരു മെഷീൻ ഒരിക്കലും, നിർമ്മിത ബുദ്ധി ഒരിക്കലും ഒരു പേഴ്സൺ ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് കൃത്രിമ ബുദ്ധിക്ക് പ്രാർത്ഥനയുടെ വാക്കുകൾ ഉച്ചരിക്കാം എന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് ചാക്രലേഖനം സംസാരിക്കും. 7, വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് കുറേ ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്യലല്ല. ഓക്കെ, ഇതിങ്ങനെയൊക്കെയാണ്, സോ ഐ അപ്രൂവ് ഇറ്റ്, അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവീക വാഗ്ദാനത്തിലുള്ള ട്രസ്റ്റാണ്. അതൊരിക്കലും ഒരു മെഷീന് പറ്റത്തില്ല. ഇറ്റ്സ് നെവർ ഗോയിങ് ടു ട്രസ്റ്റ് ഗാഡ്. അങ്ങനെയാണ്. കുറേ ഡാറ്റ കൊടുത്താൽ അത് അതിൻ്റെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓക്കെ ഇറ്റ് ഈസ് ട്രൂ എന്നൊക്കെ പറഞ്ഞിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. 8, പ്രത്യാശ വഹിക്കാൻ കഴിയില്ല. കനോട്ട് ഹോപ്പ്. പ്രത്യാശ വയ്ക്കാൻ പറ്റില്ല. കാരണം എന്താണ്? പ്രത്യാശ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞ് അതെത്തിക്കഴിയുമ്പം എനിക്ക് ഈ ജോലി കിട്ടും, ഇത്ര രൂപ കിട്ടും, കൊള്ളാം. ഇത് പ്രത്യാശയല്ല, അതൊരു കാൽക്കുലേഷനാണ്. ഇത് മെഷീന് പറ്റും. ബട്ട് പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള ട്രസ്റ്റാണ്. അത് മെഷീന് പറ്റത്തില്ല. 9, ആത്മത്യാഗം ചെയ്യാൻ പറ്റില്ല. ഒരപ്പൻ കുഞ്ഞിന് വേണ്ടി തന്നെ ത്യാഗം ചെയ്യുന്നത് പോലെ അതിന് പറ്റില്ല. പകരം ഒരു പ്രോഗ്രാം ചെയ്ത ഒരു മെഷീൻ അതിന് ഈ സർവീസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അമ്മ കൊച്ചിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതിനെ മെഷീന് കാപ്പി ഉണ്ടാക്കി കൊച്ചിനോട് കൊടുക്കാൻ പറ്റും. പക്ഷേ അമ്മ അതിനുവേണ്ടി നടത്തുന്ന ആത്മത്യാഗം മെഷീന് ചെയ്യാൻ പറ്റത്തില്ല. റോബോട്ടിനെ വേണമെങ്കിൽ, കൊള്ളാവുന്ന റോബോട്ടാണെങ്കിൽ തെങ്ങിൻ്റെ ഇട കിളയ്ക്കാനോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും റോബോട്ട് വരുമായിരിക്കും. അത് കിളയ്ക്കുകയും വളമിടുകയൊക്കെ ചെയ്ത് നല്ല തേങ്ങയൊക്കെ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ആ തെങ്ങിൻ്റെ ചോട്ടിൽ തൻ്റെ രക്തം വിയർപ്പാക്കി ചിന്തി വെയിൽ കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ഒരപ്പൻ്റെ ആത്മത്യാഗം, അത് കൊടുക്കുന്ന ബന്ധം ഒരിക്കലും ഈ മെഷീന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. 10, ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമിക്കേണ്ട കാര്യവുമില്ല. മെഷീൻ ഒരിക്കലും ക്ഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? കാരണം ക്ഷമ എന്ന് പറയുന്നത് ജസ്റ്റിസിൻ്റെ കാൽക്കുലേഷനെ അതിലംഘിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെഷീന് നീ ഇങ്ങനെ ചെയ്തു, ഉടനെ നിനക്ക് അങ്ങനെ തരാം, അങ്ങനെയുള്ളൂ. എന്നാൽ സ്നേഹവും ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കരുതാത്തതാണ്. അവൻ എന്നെ ഇങ്ങനെ ചെയ്തു, തിരിച്ച് അവന് സ്നേഹമല്ല കൊടുക്കേണ്ടത്. ഓക്കെ, അതൊരു കരുണയുടെ പ്രവൃത്തിയാണ് ക്ഷമിക്കാൻ. ക്ഷമയ്ക്ക് ഒരിക്കലും നീതിയുടെ, ജസ്റ്റിസിൻ്റെ കണക്കൂട്ടലിനെ അതിജീവിക്കുന്ന സ്നേഹമാകാൻ പറ്റത്തില്ല. അതാണ് ഈ ക്ഷമ.
കൃത്രിമ ബുദ്ധിക്ക് ശിക്ഷ കണക്കാക്കാം. ഈ തെറ്റ് ചെയ്ത ഇപ്പോൾ ഒരു ജഡ്ജിയെ കഴിഞ്ഞ ദിവസം കുറച്ചാൾ ഡിബാർ ചെയ്തു. കാരണം എന്തായിരുന്നു, ആ പുള്ളി ജഡ്ജ്മെൻ്റ് എഴുതാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു. കേരളത്തിലെ സംഭവമാണ്. അതിന് വളരെ ഗൗരവമായിട്ട് ജുഡീഷ്യറി കണക്കാക്കി. കാരണം എന്താണ്? കാരണം നീതി അഥവാ ക്ഷമ എന്ന് പറയുന്നത് ഒരു മനുഷ്യ വ്യക്തി ചെയ്യുന്ന കാര്യമാണ്, ഒരു യന്ത്രം തരുന്നല്ല. ശരിയാണ്, ഈ ലോ ടെക്സ്റ്റുകളെല്ലാം അങ്ങോട്ട് കൊടുത്താൽ ഇന്ന കുറ്റത്തിന് ഇന്ന പരിഹാരം എന്ന് അത് പറഞ്ഞെന്നിരിക്കും. പക്ഷേ അതിനൊരിക്കലും ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ 11 കരുണ കാണിക്കാൻ പറ്റില്ല. കരുണ കാരണം ഒരു വികാരമല്ല, പകരം മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരുന്ന സ്നേഹമാണ് കരുണ. വേറൊരാളുടെ വേദനയ്ക്കകത്ത് നീ പങ്കുചേരുന്ന സ്നേഹത്തിനെയാണ് കരുണയെന്ന് പറയുന്നത്. ഈ കരുണ ചുമ്മാ ഒരു ഇമോഷനല്ല. അതുകൊണ്ട് ഇമോഷൻ പോലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നിരിക്കും. പക്ഷേ ഒരു മെഷീന് ഒരിക്കലും കരുണ കാണിക്കാൻ പറ്റില്ല. 12 ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ല, ബന്ധങ്ങളെ നിർമ്മിക്കാൻ പറ്റില്ല. കൃത്രിമ ബുദ്ധിക്ക് ആശയവിനിമയം നടത്താം. കാരണം പഠിച്ചു വെച്ചേക്കുന്ന ഡാറ്റ അതിന് 2 ലെവൽ ഓഫ് പ്രോസസ്സിംഗ് ഉണ്ട്, 2 തരം ബ്രെയിനുണ്ട്. ഒന്ന് അത് സിന്തസൈസ് ചെയ്യുന്നു, രണ്ടാമത്തെ ബ്രെയിൻ ഇപ്പോഴത്തെ AI കാര്യമാണ് പറയുന്നത്, അതിൻ്റെ മൊറാലിറ്റിയൊക്കെ വിശകലനം ചെയ്യുന്നു, എന്നിട്ട് കൊടുക്കുന്നു. പക്ഷേ ഇവയ്ക്ക് ഒരിക്കലും ആശയവിനിമയം നടത്താമെന്നല്ലാണ്ട് വ്യക്തിപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റില്ല. കുറവുകൾ കണ്ടും ഒക്കെ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ളതുപോലത്തെ ഒരു ബന്ധം, പ്രായമായ അമ്മയോട് മകൻ കാണിക്കുന്ന പോലത്തെ ബന്ധം, അതൊരിക്കലും ഒരു സൊസൈറ്റിയോടുള്ള ബന്ധം അതൊരിക്കലും കൃത്രിമ ബുദ്ധിക്ക് പറ്റത്തില്ല. 13 ഒരിക്കലും അവയ്ക്ക് വിശുദ്ധനാവാൻ പറ്റത്തില്ല. നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു നിർമ്മിത ബുദ്ധിക്ക് ഒരിക്കലും വിശുദ്ധിയിലേക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ റോബോട്ടിനൊരിക്കലും വിശുദ്ധി പറ്റാൻ പറ്റില്ല. കാരണം വിശുദ്ധി യന്ത്രങ്ങളുടെ ലക്ഷ്യമല്ല, മനുഷ്യന് കിട്ടിയിരിക്കുന്ന ദൈവവിളിയാണ്. അത് യന്ത്രവിളിയല്ല, അത് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ദൈവവിളിയാണ്. അതുകൊണ്ട് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റില്ല. 14 അവയൊരിക്കലും ദൈവത്തിൻ്റെ ഛായ വഹിക്കുന്നില്ല. ഞാൻ ഇത്രയും ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടല്ലോ, നമ്മളിതിനെ അത്രമാത്രം ദൂരെ നിർത്തണം മഹത്വത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറയാൻ വേണ്ടിയാണ്. അവയ്ക്കൊരിക്കലും ദൈവത്തിൻ്റെ ഛായ വഹിക്കാൻ പറ്റില്ല. കാരണം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്, കൃത്രിമ ബുദ്ധിയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അന്തസ്സ് സൃഷ്ടിപരമായ കഴിവുകളിൽ നിന്നല്ല, ദൈവത്തിൻ്റെ സൃഷ്ടി പ്രവർത്തനത്തിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ ഛായ. അതുകൊണ്ട് ആ ഛായ ഒരിക്കലും യന്ത്രത്തിന് വഹിക്കാൻ പറ്റില്ല. നമുക്ക് റിസംബ്ലൻസ് ഒക്കെ ഉണ്ടാക്കാമെന്നല്ലാണ്ട് മനുഷ്യനെ പോലെ വഹിക്കാൻ പറ്റില്ല, എത്രയൊക്കെ ഡെവലപ്പ് ചെയ്താലും. 15 ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ പറ്റില്ല. അവ കൃപ സ്വീകരിക്കാനും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനും കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. ഇങ്ങനെ അങ്ങ് എണ്ണി തുടങ്ങിയാൽ, ഞാൻ ഒരു 15 അങ്ങ് എണ്ണി പറഞ്ഞതേ ഉള്ളൂ, ഒട്ടനവധി മേഖലകളിൽ ഈ യന്ത്രത്തിന് എത്ര വളർന്നാലും, ഞാൻ ഇപ്പോഴത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബാല്യത്തെക്കുറിച്ചല്ല പറയുന്നത്, ഇതൊരു 200-300 വർഷങ്ങൾ കഴിയുമ്പോൾ നേടാൻ പോകുന്ന മനുഷ്യനിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലുണ്ട്. ആ ലെവലിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെ എത്തിയാലും മനുഷ്യന് ഈ പറയണതൊന്നും ഒരു മെഷീൻ എത്ര വളർന്നാലും വിശുദ്ധനൊന്നും ആകാൻ പോകുന്നില്ല എന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞതിനാണ് ഹ്യൂമൻ ഡിഗ്നിറ്റിയോട് മെഷീൻ്റെ ഡിഗ്നിറ്റിയെ കമ്പയർ ചെയ്യരുത്. അതിന് ഡിഗ്നിറ്റി ഒന്നുമില്ല, അതിന് യൂസ്ഫുൾനെസ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. ഇനി ഇത്രയും പറഞ്ഞ അടുത്തത് സഭയുടെ സാമൂഹിക പ്രബോധനം. ഈ വക വിഷയങ്ങളൊക്കെ എന്തിനാണ് സഭ പഠിപ്പിക്കുന്നത്? നമ്മൾ ഇതിനകത്ത് പാപ്പ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയേണ്ട സഭ എന്തിനാണ് ഈ കൃത്രിമ ബുദ്ധിയെക്കുറിച്ചും യന്ത്രത്തെക്കുറിച്ചൊക്കെ പറയാൻ നിൽക്കുന്നത്? അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം മനുഷ്യനെ അതിൻ്റെ സമഗ്രതയിലാണ് തിരുസഭ കാണുന്നത്. അവനും അവനോട് ബന്ധപ്പെടുന്നവയും ഒക്കെ ദൈവിക വിഷയങ്ങളാണ്. തിയോളജിയാണ് അവയൊക്കെ ദൈവിക വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇവയെക്കുറിച്ചൊക്കെ സഭയ്ക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് സഭ സാമൂഹിക പ്രബോധനങ്ങൾ പറയും. സാമൂഹിക പ്രബോധനങ്ങൾ, ദൈവിക പ്രബോധനങ്ങൾ, തിയോളജിക്കൽ റിയാലിറ്റീസ്, ഒപ്പം സോഷ്യൽ ഡോക്ട്രിൻസ് പറയും. സമൂഹ ജീവിതം എങ്ങനെ നടത്തണം എന്ന് സഭ പറയണം. സഭയുടെ ദൗത്യമാണ്, സഭയ്ക്കേ അത് പറയാൻ പറ്റുള്ളൂ. ലോകത്തിൻ്റെ മനസാക്ഷിയായ സഭയ്ക്കേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഭയുടെ സാമൂഹിക പ്രബോധനം ഒരു സോഷ്യൽ തിയറിയല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. അത് എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്താണ് ഈ സോഷ്യൽ ഡോക്ട്രിൻ. അല്ലാതെ വെറുതെ ഒരു കുറേ തിയറികൾ, ചില പ്രിൻസിപ്പിൾസ് പറയലല്ല. 2 പൊതുനന്മ, കോമൺ ഗുഡ് എന്നത് എല്ലാവരുടെയും അന്തസ്സിനെ ആദരിക്കുന്ന സാമൂഹിക ക്രമമാണ്. കോമൺ ഗുഡ് എന്ന് പറയുന്നത് വളരെ ഗൗരവമാർന്നൊരു വിഷയമാണ്. അടുത്തത്, സമൂഹത്തിലെ ഏറ്റവും ദുർബലരുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ നീതി പാലിക്കപ്പെടുന്നത്. ഏറ്റവും മീക്കായിട്ടുള്ള ആളുകളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി സംസാരിക്കണം.
ഒരിക്കലും കോർപ്പറേറ്റ് സംവിധാനങ്ങളെ സംസാരിക്കില്ല. അവരേറ്റവും നല്ല ഹാൻഡുകളെ തിരഞ്ഞെടുക്കും, അല്ലാത്തവരെ തട്ടിക്കളയും. ഒരാൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടോ നോക്കില്ല, അതിനെ തട്ടിക്കളയും. എല്ലാ സാമൂഹിക സംവിധാനങ്ങളും യൂട്ടിലിറ്റേറിയനാണ്. അവിടെയാണ് ഏറ്റവും ദുർബലരുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണമെന്ന് വലിയ ശക്തിയോടെ ദൈവത്തിൻ്റെ മനസ്സോടെ പരിശുദ്ധ സഭ സംസാരിക്കുന്നു. അതാണ് ഈ സോഷ്യൽ ഡോക്ടറിൻ്റെ പ്രസക്തി. അടുത്തത്, സാങ്കേതികവിദ്യ മനുഷ്യനെ വിഭജിക്കാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യ സാഹോദര്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയാൻ വേണ്ടി ഈ ചാക്രലേഖനം സമയം കണ്ടെത്തും. ഇതാണ്. ഇനി ഇത് പറയുമ്പം ഈ സോഷ്യൽ ഡോക്ട്രിൻസിന് 5 അടിസ്ഥാന സ്തംഭങ്ങളുണ്ട് എന്ന് തിരുസഭ പറയും. അതായത് 5 തൂണുകളുടെ മേലാണ് ഈ സോഷ്യൽ ഡോക്ട്രിൻസ് നിലനിൽക്കുന്നത്. ഇപ്പം എയെക്കുറിച്ച് പറഞ്ഞാലും റേരു നൊവാരിനെ കുറിച്ച് പറഞ്ഞാലും എന്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ഒരു 5 അടിസ്ഥാന തത്വങ്ങൾ, ഒരു ഫണ്ടമെൻ്റൽ പില്ലേഴ്സ്, അതിൻ്റെ മുകളിലാണ് സഭ എപ്പോഴും സാമൂഹ്യ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അവ ഏതാണ്? ഞാൻ വളരെ ഹ്രസ്വമായിട്ട് പറയാം, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്, മനുഷ്യ വ്യക്തിയുടെ മഹത്വം. എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ഇത് അവൻ്റെ അന്തസ്സിന് ചേർന്നതാണോ, അവൻ്റെ വ്യക്തി മഹത്വത്തിന് ചേർന്നതാണോ എന്ന് സഭ അന്വേഷിച്ചുകൊണ്ട്. അതുകൊണ്ട് മനുഷ്യ വ്യക്തിയുടെ അന്തസ് അഥവാ മഹത്വമാണ് സഭയുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെയും അടിസ്ഥാനപരമായ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ. എപ്പോഴും എല്ലാ കാര്യം നോക്കും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് IVF ചെയ്യാവോ? കാര്യം ശരിയാണ്, താൽക്കാലിക നേട്ടമുണ്ട്. മക്കളില്ലാത്തൊരു കുടുംബത്തിൻ്റെ ഒരു കൊച്ചിനെ കിട്ടും, നിർമ്മിച്ചെടുക്കാം. പക്ഷേ ആ ജനിച്ച കൊച്ചിൻ്റെ അന്തസ്, എന്നെ ലാബിലിട്ട് ഒരു അണ്ടവും ബീജവും കൂടെ കൂട്ടിച്ചേർത്ത് ആ ചേട്ടൻ ഉണ്ടാക്കിയതാണ് എന്നവൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ അങ്ങ് ലാബിലിട്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് അവൻ്റെ അന്തസ്സിനെ ബാധിക്കില്ലേ? അതുകൊണ്ട് അതിന് ഗൗരവമായിട്ട് കണക്കാക്കും. അവൻ്റെ ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവൻ്റെ അന്തസ്സ് അനിഷേധ്യമാണ്, അവിഭാജ്യമാണ്. അനിഷേധ്യമാണ്, അവിഭാജ്യമാണ്. അടുത്തത്, മനുഷ്യൻ്റെ അന്തസ്സ് ഒരു നേട്ടമല്ല, പകരം ദാനമാണ്. നമ്മൾ നേടിയെടുക്കുന്നത്. ഞാൻ ആദ്യം അതിനെക്കുറിച്ച് പറയാം. അതുകൊണ്ട് അത് മനുഷ്യൻ്റെ ഹ്യൂമൻ ഡിഗ്നിറ്റി പരിശോധിക്കും എപ്പോഴും. അതിൻ്റെ മേലാണ് ചർച്ചകളല്ല. 2, കോമൺ ഗുഡാണ്, പൊതുനന്മ. ഒരാൾക്ക് നേട്ടമുണ്ടെന്നുള്ളതല്ല, ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിന് നേട്ടമുണ്ടെന്നല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരുമെന്നുള്ളതല്ല, പകരം കോമൺ ഗുഡ്, എല്ലാവരുടെയും നന്മ. പൊതുനന്മ ഓരോ വ്യക്തിയുടെയും അന്തസ്സിനോടുള്ള ആദരവിൻ്റെ സാമൂഹിക രൂപമാണ്. ഇതൊക്കെ വളരെ സമയമെടുത്ത് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. കോമൺ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെയും അന്തസ്സിനോടുള്ള റെസ്പെക്റ്റിൻ്റെ പൊതുരൂപമാണ്. വ്യക്തമല്ലേ? ഓരോരുത്തരും മാനിക്കപ്പെടണം, നമുക്കറിയാം. ഓരോരുത്തരും മാനിക്കപ്പെടുമ്പോഴാണ് എല്ലാവരുടെയും മാന്യത ഉണ്ടാകുന്നത്. ഇനി അടുത്തത്, സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ഈ കോമൺ ഗുഡിൻ്റെ ലക്ഷ്യം. എല്ലാവരും വളരണം, എല്ലാവരും നന്നാകണമെന്നാണ്. പലപ്പോഴും രാജ്യങ്ങൾ പോലും അങ്ങനെ ശ്രമിക്കാറില്ല. ഇപ്പോൾ ഭാരതത്തിൽ ഒരു ദരിദ്രനാണോ ശ്രദ്ധ, അതോ അദാനിയൊക്കെ പോലത്തെ വലിയ കോർപ്പറേറ്റുകളുടെ വ്യവസായത്തിലാണോ ശ്രദ്ധയെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും നോക്കുമ്പം പാവപ്പെട്ടവൻ ഇച്ചിരി ക്ഷയിച്ചാലും അത് നടക്കട്ടെ എന്ന ഡിസിഷൻസ് എടുക്കും നമ്മൾ കാണും. എണ്ണ, പാവപ്പെട്ടവന് ഈ എണ്ണയുടെ വില കൂടുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്കനുസരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പ്യൂരിഫൈഡ് ഓയിലിന് വില വർദ്ധിപ്പിക്കുമ്പം പാവപ്പെട്ടവൻ്റെ കഞ്ഞൂടി മുട്ടുമല്ലോ എന്നോ, ഒരു കുഞ്ഞ് കച്ചവടക്കാരൻ്റെ ഗ്യാസ് ലൈറ്റ് ഒരു ചായക്കടക്കാരന് ഗ്യാസിലാവുമല്ലോ എന്നതല്ല ആകുലത, പകരം ഓയിൽ കമ്പനിക്ക് നഷ്ടം വരുമോ എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൻ്റെ തന്നെ ആകുലത. പൊതുനന്മയേക്കാൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ രാഷ്ട്രങ്ങൾ പോലും പ്രൊമോട്ട് ചെയ്യുമ്പം സഭ പറയും പൊതുനന്മയാണ് വിഷയം, പൊതുനന്മയാണ് വിഷയം. ഇനി അതുകൊണ്ടോ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും സമഗ്ര വികസനം നടക്കണം. അടുത്തത്, സാങ്കേതികവും സാമ്പത്തികവുമായ പുരോഗതി, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഫൈനാൻഷ്യൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അത് എല്ലാവരുടെയും നന്മയെ സെർവ് ചെയ്യണം, കോമൺ ഗുഡിനെ സെർവ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി അടുത്തത്, മൂന്നാമത്തേത് സബ്സിഡിയാരിറ്റിയാണ്. ഉപകാര്യത എന്നാണ് അതിൻ്റെ മലയാളം. സബ്സിഡിയാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരും ചെയ്യേണ്ടത് അവർ ചെയ്യണം. വ്യക്തികളും കുടുംബങ്ങളും ചെയ്യണതിനെ രാജ്യം ഉയർന്ന അധികാരങ്ങൾ ഏറ്റെടുക്കരുത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ റോള് കിട്ടണമെന്നർത്ഥം. എല്ലാവർക്കും അവരുടെ റോള് കിട്ടണം. ഇതൊരു വലിയ വിഷയമാണ്. അധികാരം എന്നാണ് അതിനകത്തെ വിഷയം. അത് സേവനത്തിനുള്ളതായിരിക്കണം, ആയിരിക്കരുതെന്നൊക്കെയാണ് സബ്സിഡിയാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4, സമയം കഴിയുന്നതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആക്കട്ടെ. 4, സോളിഡാരിറ്റിയാണ്. സോളിഡാരിറ്റി, ഐക്യദാർഢ്യം എന്നൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോളിഡാരിറ്റി മനുഷ്യരുടെ സമാന അന്തസ്സിൽ നിന്ന് ഉയരുന്നൊരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും ഒരേ മഹത്വം ഉണ്ടെന്ന് അറിയുമ്പോഴാണ് തൂപ്പുകാരനെയും ആ ആശുപത്രിയിലെ ഡോക്ടറെയും ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ കാര്യത്തിൽ ഒരുപോലെ കണക്കാക്കണം. അവരുടെ സർവീസിനെ പല വിധത്തിൽ മാനിക്കണം, റെപ്യൂട്ടേഷനും സാലറിയൊക്കെ പല വിധത്തിൽ കൊടുക്കണം. പക്ഷേ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അവർ ഒരുപോലെ കാണും. ഉദാഹരണത്തിന്, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഹാർട്ട് കേടായി, ശിബായിയെ തട്ടിയിട്ട് ആ ഹാർട്ട് എടുത്ത് വയ്ക്കാം,
കാരണം ശിബായി അവനത്രയല്ലേ ഉള്ളൂ, ഇവൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഹ്യൂമൻ പേഴ്സൺ എന്ന നിലയ്ക്ക് രണ്ടുപേരും ഈക്വലാണ് എന്ന് പഠിപ്പിക്കുന്നതിനെയാണ് ഈ പറയുന്ന സോളിഡാരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് സാങ്കേതികവിദ്യ മനുഷ്യരെ ഐക്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പഠിപ്പിക്കും. അതുകൊണ്ട് മറ്റൊരാൾ ഒരിക്കലും നമ്മുടെ മത്സരാർത്ഥിയല്ല, സഹോദരനാണ് എന്നോർക്കലാണ് ഈ സോളിഡാരിറ്റി എന്ന് പറയുന്ന കാര്യം. ഇനി അടുത്തത് യൂണിവേഴ്സൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അതായത് ഭൂമിയിലെ എല്ലാ സ്വത്തും സമ്പത്തും അവയ്ക്കൊരു സാർവത്രിക യൂണിവേഴ്സൽ ഉപഭോഗ അവകാശമുണ്ട്. എൻ്റേത് നിൻ്റേത്. സഭ എപ്പോഴും പേഴ്സണൽ ഓണർഷിപ്പിനെ, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ റെസ്പെക്റ്റ് ചെയ്യും. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു വലിയ കാര്യമാണ്. ഓരോരുത്തർക്ക് സ്വകാര്യ സ്വത്തവകാശം അത് വേണ്ടതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സാർവത്രിക ഉപയോഗ അവകാശം എന്ന് പറയുന്നതിനെ മാനിക്കും. ഫോർ എക്സാമ്പിൾ, കാരണം എന്താണ്, സൃഷ്ടിയുടെ നന്മകൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയിലെ വെള്ളം മുഴുവനും ചില കുത്തകൾ കൈയടക്കിക്കൂടാ എന്നാണ് അതിൻ്റെ കാര്യം. സാങ്കേതികവും സാമ്പത്തികവുമായ ടെക്നോളജിക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഫലങ്ങൾ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം വിനിയോഗിക്കപ്പെടരുത്. ഒരുപക്ഷേ ടെക്നോളജി ഇനിയുള്ള കാലത്ത് AI ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾ മറ്റെല്ലാ കമ്പനികളെക്കാൾ വലുതാവും. പാവപ്പെട്ടവൻ്റെ കാര്യം അധോഗതിയാവും. അങ്ങനെ സംഭവിക്കരുത്. ഇതെല്ലാം ഫലങ്ങളും പങ്കുവയ്ക്കപ്പെടണം എന്നാണ്. ദൈവം സൃഷ്ടിച്ച ലോകം മുഴുവനും മനുഷ്യ കുടുംബത്തിൻ്റെ പൊതുസ്വത്താണ് നമ്മൾ ഓർക്കണം. അങ്ങനെ ദൈവത്തിനെ പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം നമ്മളാരും ഒരു എല്ലാകാലം ജീവിക്കത്തില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന മണ്ണ് വേറൊരാളുടെ ആയിരുന്നു, നാളെ വേറൊരാളുടെ ആവും. ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കണം, ഇതെല്ലാവരുടേതുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവകാശം ഉണ്ടാകും. ഇപ്പം ഈ പഞ്ചായത്തിലെ എല്ലാ കിണറും പറ്റി, എൻ്റെ കിണറ്റിൽ മാത്രം വെള്ളം, പിന്നെ അത് എൻ്റെ കിണറായിരിക്കില്ല, എല്ലാവരുടെയും കൂടെ കിണറാവും. ഇതാണ് ഈ പൊതു സ്വത്തവകാശത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സ്വകാര്യ സ്വത്തവകാശമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പൊതുസ്വത്തിൻ്റെ അവകാശം മനുഷ്യർക്കുണ്ട്. അതായത് ഒരു രാജ്യത്തിലെ ഏറ്റവും ദരിദ്രനും ഏറ്റവും താഴ്ന്നവനും പോലും പൊതുസ്വത്തിനകത്ത് പങ്കാളിത്തമുള്ളവനായിരിക്കണം എന്നാണ് അതിൻ്റെ ലക്ഷ്യം. അത് AI കാര്യത്തിലൊക്കെ. കാരണം കുറച്ച് കഴിയുമ്പോൾ കണ്ടോണം, സാങ്കേതികവിദ്യ നന്നായി ഉപയോഗിക്കുന്നവരും അതിൽ മുഴുകുന്നവരും വലിയവരും നല്ലവരും ശക്തിയുള്ളവരുമാവുകയും ബാക്കിയുള്ളവർ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് സൃഷ്ടിയും മനുഷ്യൻ്റെ ദൈവവിളിയും ഈ ചാക്രിലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട സംസാര വിഷയമാണ്. മനുഷ്യൻ സൃഷ്ടിയുടെ അധിപനല്ല, പക്ഷേ ഉത്തരവാദിത്വമുള്ള പരിപാലകനാണ്, റെസ്പോൺസിബിൾ സ്റ്റീവാർഡാണ് എന്ന് സഭ പഠിപ്പിക്കും. അതുകൊണ്ട് സൃഷ്ടിയുടെ ദാനങ്ങളെ, ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ദാനങ്ങളെ റെസ്പോൺസിബിളായിട്ടും ജസ്റ്റായിട്ടും ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അടുത്തത്, സൃഷ്ടിക്കാനുള്ള കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. AI ഉണ്ടാക്കാനുള്ള കഴിവും ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് അവ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ചാക്രലേഖനം പറയുന്നത്. അടുത്തത്, കൃപയും മനുഷ്യൻ്റെ ലക്ഷ്യവും. മനുഷ്യൻ്റെ യഥാർത്ഥ പൂർത്തീകരണം എന്ന് പറയുന്നത് അവൻ്റെ സാങ്കേതിക മാനുഷിക ശേഷികൾ അങ്ങ് വർദ്ധിപ്പിച്ച് വെക്കലല്ല. അതാണ് ലക്ഷ്യമെന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കും, പരമാവധി പഠിക്കുക, പരമാവധി ജോലി, പരമാവധി അതിലേക്ക്. അല്ല, ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തിൻ്റെ കൃപയിലുള്ള പങ്കാളിത്തമാണ്. പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡിവൈൻ ഗ്രേസ്. ആ കൃപയിലുള്ള പങ്കാളിത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് ഗോൾ സ്വയം ഒരു ദൈവമാവുകയൊന്നുമല്ല, ദൈവത്തോടുള്ള ഐക്യത്തിൽ വിശുദ്ധനാവലാണ്. വെറുതെ സ്വയം ഒരു ദൈവമാകലല്ല, പകരം ദൈവത്തോട് ചേർന്ന് വിശുദ്ധനാവലാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് മറക്കരുത്. കുറേ സാങ്കേതികമായി വികസിക്കുകയും അസാധ്യമായ കാര്യങ്ങൾ യന്ത്രം കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വയം ദൈവമാകലല്ല, പകരം ദൈവത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധനാകലാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് യന്ത്രങ്ങൾ നിറയ്ക്കുന്നതുകൊണ്ടല്ല, പകരം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അവൻ്റെ റിയൽ ഡെസ്റ്റിനി, അവൻ്റെ ശരിയായ ഭാവി അർത്ഥപൂർണ്ണമാണ്. അതുകൊണ്ട് തിരുസഭ പഠിപ്പിക്കുന്ന ഊന്നലൂടുന്നൊരു കാര്യം എന്നറിയാമോ, മനുഷ്യൻ്റെ കുറവുകളെ മാനിക്കണമെന്നാണ്. പലപ്പോഴും നന്മകളെ മാനിക്കണമെന്ന് ഇത്രയും നാൾ പറഞ്ഞിരുന്നെങ്കിൽ ഇനി പറയുകയാണ്, കുറവുകളെ മാനിക്കണം, കുറവുള്ളവരെ വിലമതിക്കണം. കാരണം സൂപ്പർ കമ്പ്യൂട്ടറുകളും സൂപ്പർ അൽഗോരിതംസും ഉണ്ടാകുമ്പം മനുഷ്യൻ കഴിവില്ലാത്തവർ കഴിവുകെട്ടവരായിട്ട് മാറും. അവർ മാർജിനലൈസ് ചെയ്യപ്പെടും, പിൻധാരയിലേക്ക് പോകും. ചിലപ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ അവരൊക്കെ മൃഗങ്ങൾക്ക് തുല്യമായി കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറവൊരു കാര്യമാണെന്ന് ഓർക്കണം. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ അങ്ങനെ സൃഷ്ടിച്ചത്? നമ്മൾ ഒരിക്കൽ പൂർണ്ണത പ്രാപിക്കും സ്വർഗത്തിൽ. അതുവരെ നമ്മൾ വളരുന്നു, ദൈവം അതിനുശേഷം നമ്മളെ പൂർത്തീകരിക്കുന്നു. അപ്പം നമ്മൾ വളരുന്ന സമയം മാത്രമാണ്, പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അപ്പം അങ്ങനെ നമുക്ക് വിലയുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളെ പൂർണ്ണതല്ലാതെ സൃഷ്ടിച്ചത്. പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്? എല്ലാം പെർഫെക്റ്റാണ്, അത്രേ ഉള്ളൂ. അതേസമയം ഇവിടെയോ എന്നെ ദൈവം ഒരു റോ മെറ്റീരിയൽ എന്ന പോലെയൊക്കെ സൃഷ്ടിച്ചു. നമ്മളതിനെക്കൊണ്ട് വളരുന്നു.
വളരാനുള്ള കഴിവ് നമുക്ക് തന്നേക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ ദൈവം പൂർണ്ണനാക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലാണ്. അവൻ ഈ ടെക്നിക്കൽ പൂർണ്ണത കൊണ്ട് സ്വയം സന്തോഷിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ കാര്യം. ഇനി കൺക്ലൂഡിങ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് ഒത്തിരി തിയോളജിക്കൽ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഞാൻ എല്ലാത്തിലേക്കും പോയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തിയോളജിക്കൽ വിഷയം എന്നറിയോ? സ്ക്രിപ്ചറും ട്രഡീഷനും സയൻസും ഒരുമിച്ച് കൂട്ടാം എന്നുള്ള പ്രഖ്യാപനമാണ്. അതായത് വിശുദ്ധ ലിഖിതങ്ങൾ, തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യം, അവ ഏത് സാങ്കേതിക വിദ്യയെ കുറിച്ച് പറയാനും ഉപയുക്തമാണ്. അതായത് ഇപ്പോൾ പുതിയൊരു ടെക്നോളജിക്കൽ വേൾഡ് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ പഴയ ബൈബിൾ കൊണ്ട് കാര്യമൊന്നുമില്ല, പുതിയതെന്തെങ്കിലും വരട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം തിരുസഭ പഠിപ്പിക്കുകയാണ്, പുതിയ വെല്ലുവിളികൾക്ക് പുതിയ വെളിപ്പെടുത്തൽ ആവശ്യമില്ല, പുതിയ ചലഞ്ചസിന് പുതിയ റെവലേഷൻ ആവശ്യമില്ല. തിരുവെഴുത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും നിക്ഷിപ്തമായ സത്യങ്ങളെ പുതിയ കോണ്ടെക്സ്റ്റിൽ സഭ പ്രൂഡൻ്റായിട്ട് അപ്ലൈ ചെയ്യുക മാത്രം ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞതെല്ലാം എപ്പോഴും നിലനിൽക്കുന്ന വിശുദ്ധ പാരമ്പര്യത്തിലും തിരുസഭയുടെ തിരുവചനത്തിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന നിത്യസത്യങ്ങളെ, പ്രിൻസിപ്പിൾസിനെ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്. ഇനി ടു കൺക്ലൂഡ്, ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് കാര്യം എന്താണ്? ഹ്യൂമൻ റെസ്പെക്റ്റ് ആണ്, ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ ആണ്. അതാണ് എല്ലാ സോഷ്യൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ ഡിസിഷൻസിൻ്റെയൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അത് ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കുന്ന ടെക്നോളജി മാത്രമേ റിയൽ പ്രോഗ്രസ്സിനെ സെർവ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഈ ടെക്നോളജി എന്ത് ചെയ്യണം? മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കണം, കൂടുതൽ നല്ല മനുഷ്യനാക്കണം, കൂടുതൽ സ്നേഹമുള്ള മനുഷ്യനാക്കണം, കൂടുതൽ കൂട്ടായ്മയുള്ള മനുഷ്യനാക്കണം, കൂടുതൽ അർത്ഥമുള്ള മനുഷ്യനാക്കണം, കൂടുതൽ മനുഷ്യത്വമുള്ള മനുഷ്യനാക്കണം. അതിനെ സഹായിക്കുന്ന ടെക്നോളജിയെ മാത്രമേ ടെക്നോളജി എന്ന് വിളിക്കാവൂ, അവ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളാവൂ എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്? ഈ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കണം. ഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. മനുഷ്യൻ്റെ ഡിഗ്നിറ്റിക്ക് ചേരാത്തതൊന്നും അതിനകത്ത് സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. അൾട്ടിമേറ്റ്ലി വിവേകവും ദൈവിക ജ്ഞാനവും ദൈവത്തിൻ്റെ ആത്മാവുമുള്ള മനുഷ്യൻ ഇതൊന്നുമില്ലാത്ത യന്ത്രത്തെ അത് എത്ര ഡെവലപ്പ് ചെയ്താലും നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. അതിപ്പോൾ ഒരു യുദ്ധത്തിനാണേലും, ഒരു യുദ്ധം ശരിയാണെന്നല്ല, അതിനകത്താണേലും, ഒരു കാര്യം ചെയ്യുന്നതിനകത്താണേലും, എല്ലാത്തിനകത്തും മനുഷ്യൻ വേണം അവയെ നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നക്ഷൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങളോ എല്ലാം ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് അച്ഛൻ അനുവദിക്കുവാണെങ്കിൽ നമുക്ക്. ഹലോ. അച്ഛാ പറയാം. ക്ലിയർ അല്ലല്ലോ, നെറ്റ്വർക്കിന്റെ പ്രശ്നം. നമുക്ക് 2-3 ചോദ്യങ്ങൾ എടുക്കാം അല്ല? ടൈം റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമായിരിക്കും. നമുക്ക് 2-3 ചോദ്യങ്ങൾ എടുക്കാമായിരിക്കും, അങ്ങനെയാണോ? കഴിയുമെങ്കിൽ വീഡിയോയും കൂടി ഓൺ ആക്കിയിട്ട് ചോദിച്ചാൽ എത്ര പേരുണ്ടല്ലോ, ആര് ചോദിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതൊരു വലിയ വിഷയമാണ്. ഒന്നാമത്തെ കാര്യം എന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് വിശുദ്ധ ഗ്രന്ഥവും തിരുസഭയുടെ പാരമ്പര്യവും ഒന്നും പഴയതായി പോകുന്നില്ല, പ്രയോജനമില്ലാത്തതായി പോകുന്നില്ല, കാലഹരണപ്പെടുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ സാങ്കേതികവിദ്യ എന്തോരം ഡെവലപ്പ് ചെയ്താലും അതിനെയൊക്കെ വ്യാഖ്യാനിക്കാനും വിലയിരുത്താനും കഴിയുന്നവ കൊടുക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിന് എപ്പോഴും പറ്റും എന്നാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം, ഇനി അടുത്ത കാര്യം, അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥവും തിരുസഭയുടെ പ്രബോധനങ്ങളും സഭയുടെ പാരമ്പര്യമൊക്കെ ഉപയോഗിച്ചാണല്ലോ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. അവയോട് സംസാരിക്കാൻ നമുക്ക് സാങ്കേതിക വിദ്യയെ, സയൻസിനെയും കൂടെ കൂട്ടിച്ചേർക്കാം. എങ്ങനെ? ടെക്നോളജിക്കൽ സംവിധാനങ്ങളെ ഉപയോഗിക്കാം, അവ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, അവയിലൂടെ കൂടുതൽ ദൈവിക നന്മകളെ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്ക്രിപ്ചർ, ട്രഡീഷൻ,
ഓൾസോ വിത്ത് ദ സയൻസ്, ഗ്രോയിങ് സയൻസ്. അപ്പം അങ്ങനെ ഒരു ചർച്ചയിലും ഇടപെടലും സംവാദത്തിലും ബന്ധത്തിലും ഒക്കെ ഏർപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് തിരുസഭ പറയുകയാണ്. അതാണ് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഞാൻ പ്രാർത്ഥിച്ചും കൂടെ ഒന്ന് അവസാനിപ്പിക്കട്ടെ. കോമൺ പ്രാർത്ഥന ഉണ്ടാവും. എന്നാലും അച്ഛൻ മ്യൂട്ടാണേ. അച്ഛനെ കേൾക്കുന്നില്ല. അച്ഛനെ കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ കേൾക്കാമോ? യെസ്. അഭിമന്യ പിതാ, പ്രിയപ്പെട്ട അരുണച്ച, സോജിയച്ച, ബഹുമാനപ്പെട്ട പ്രിയ മതാധ്യ, പ്രിയ യുവജന സുഹൃത്ത്, കഴിഞ്ഞ 3.25 മണിക്കൂർ വളരെ നല്ല കൂടെ നമ്മൾ കടന്നു. പരിശുദ്ധ പിതാവ് നൽകിയ ശാക്തീകരണം അത് എത്രത്തോളം നന്നായിട്ട് പറയാൻ സാധിക്കുമോ ഭക്തരമായിട്ട് ഈ അവസരത്തിൽ അരുണച്ചൻ നല്ല ഉപകരണമാണ്, പ്രഘോഷകനാണ്, ഭക്തിയനാണ്. അങ്ങനെ അരുണച്ചൻ ചേരുന്നുണ്ട്. തീർച്ചയായും അരുണച്ചൻ ഞങ്ങളുടെ ഈ കാറ്റഗിസം യുവജനങ്ങളുടെയും ആയിട്ടുള്ള വെബിനാർ ഏറ്റവും മനോഹരമായിട്ടല്ലോ. ഞാന് ശംഷാബാദ് പേരില് അഭിമുഖന്മാരെയും ഡിപ്പാർട്ട്മെന്റ് ഫോർമേഷന്റെയും യൂത്തും പ്രിയപ്പെട്ട പിതാവിന് നല്ല ഒരു മെസ്സേജ് ഞങ്ങൾക്ക് ഈ വിഷയത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്തു. തീർച്ചയായും രൂപീകരണത്തിലും പ്രത്യേകമായിട്ട് കാണിക്കുന്ന താല്പര്യവും ഞങ്ങൾക്ക് ഏറെ വരുന്നതാണ്. അഭിനന്ദ പിതാവ് കുട്ടികൾക്കിടയില് ഇങ്ങനെ സമയം കണ്ടെത്തി ഒപ്പം ഞങ്ങളോടൊപ്പം പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരും പ്രിയപ്പെട്ട ആനിമേറ്റർമാരെ, അധ്യാപകരെ, പ്രിയ കുട്ടികളെ, സുഹൃത്തുക്കളെ, എല്ലാവരോടും സഭയുടെ മജിസ്ട്രേറ്റ് എന്താണ്, സഭ എന്താണ് മനസ്സിലാക്കാനും നമ്മളെല്ലാവരും പ്രയോജനപ്പെടുകയും